दोस्तों, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന. നമുക്കറിയാം, ഒരു ലോക മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഒരു ലോക്ക്ഡൗണും നിയന്ത്രണങ്ങളിലേക്കും നമ്മൾ കടന്നിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ തുടർച്ചയായുള്ള ഒരു നിർദ്ദേശവും ആശങ്കയുമൊക്കെ അതേ രീതിയിൽ കൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ കൊറോണയെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയ ഒരു രാജ്യമെന്നുള്ള രീതിയിൽ മൂന്നാം ഘട്ട ലോക്ക്ഡൗൺ ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും യാതൊരു വിധത്തിലുള്ള സൊല്യൂഷനും ഇല്ലാത്തൊരു ഘട്ടത്തിൽ തന്നെയാണ് 2 ആഴ്ച കൂടെ മെയ് 17 വരെ നിലവിലുള്ള ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ തുടർച്ച നീട്ടിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള നിരോധനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വലിയ അവ്യക്തത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ ഈ ഉത്തരവ് വന്നതിന് ശേഷം വാട്സാപ്പുകളിലും അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വ്യാപകമായിട്ട് വ്യാജ വാർത്തകൾ പ്രചരിക്കാനുള്ള ഒരു സാധ്യത, കൊറോണയുണ്ടെന്ന പേരിൽ വ്യാജമായി ഒരാൾ വ്യാജ പ്രചാരണം നടത്തി മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തു എന്നുള്ളൊരു വാർത്ത പോലും പുറത്തു വന്ന നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ, വരാൻ സാധ്യതയുള്ള വ്യാജ വാർത്തകളെ ഒരു പരിധിവരെ തടയുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വൈകിയ വേളയിൽ വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള പ്രസ് റിലീസ് അഥവാ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് എൻ്റെ കൈവശമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിലെയും അതുപോലെ തന്നെ എപ്പിഡമിക് ഡിസീസസ് ആക്ടിൻ്റെയും ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് കേന്ദ്ര സർക്കാർ ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ടൊരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. 7 പേജുകളിലായിട്ടുള്ള ഉത്തരവിലെ പ്രധാന ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങളിലേക്ക് കടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട കാര്യമാണ്. ആദ്യത്തെ പേജിൽ, ഈ ഉത്തരവിൻ്റെ ഏറ്റവും ആദ്യത്തെ പേജിൽ തന്നെ എങ്ങനെയാണ് സോണുകളായിട്ട് തിരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം പറയുന്നത്. അതിൽ റെഡ് സോൺ, ഓറഞ്ച് സോൺ, ഗ്രീൻ സോൺ എന്നുള്ള രീതിയിൽ 3 സോണുകളായിട്ടാണ് രാജ്യത്തെ വിവിധ ജില്ലകളും സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളും വേർതിരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സോണുകൾ എങ്ങനെ വേർതിരിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവ് ഇന്നലെ ഏപ്രിൽ 30 കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് നാളിതുവരെ ഒരു കൊറോണ കേസ് പോലും പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യാത്ത ജില്ലകൾ, അല്ലെങ്കിൽ ഈ അവസാന 21 ദിവസം പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ജില്ലകൾ, ഈ ജില്ലകളാണ് ഗ്രീൻ സോണായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ 14 ദിവസങ്ങളിൽ ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യാത്ത, പോസിറ്റീവ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യാത്ത ജില്ലകളെയാണ് ഓറഞ്ച് സോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഏറ്റവും സെൻസിറ്റീവായിട്ട് രോഗം വളരെ ദ്രുതഗതിയിൽ പടരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസ് പോസിറ്റീവായിട്ട് ചികിത്സയിൽ കഴിയുന്ന, ഒരുപാട് ആളുകൾ ക്വാറന്റൈനിൽ കഴിയുന്ന പ്രദേശങ്ങളെയാണ് റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചാണ് ഉത്തരവിൻ്റെ ആദ്യ ഭാഗത്ത് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇത്തരത്തിൽ 3 ഭാഗമായി രാജ്യത്തിൻ്റെ വിവിധ ജില്ലകളെ വേർതിരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആദ്യത്തേത് റെഡ് സോൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് വളരെയധികമുള്ളത്, ക്വാറന്റൈനിലിരിക്കുന്ന ആളുകളുടെ എണ്ണം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് റെഡ് സോണുകൾ നിശ്ചയിക്കുന്നത്. 2 ഓറഞ്ച് സോണുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 14 ദിവസം ഒരു കോവിഡ് കേസും റിപ്പോർട്ട് ചെയ്യാത്ത, പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥലം. അടുത്തത് ഗ്രീൻ സോണുകളാണ്. ഗ്രീൻ സോണുകളിൽ കഴിഞ്ഞ 21 ദിവസം ഒരു കോവിഡ് പോസിറ്റീവ് കേസും റിപ്പോർട്ട് ചെയ്യാതിരിക്കണം, അതല്ലെങ്കിൽ നാളിതുവരെ ഒരു കോവിഡ് പോസിറ്റീവ് കേസും വരാത്ത പ്രദേശങ്ങളെയാണ് ഗ്രീൻ സോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഭാഗത്തേക്ക് വന്നാൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ എന്നുള്ള മറ്റൊരു പ്രാദേശികമായിട്ടുള്ള ഒരു വേർതിരിവ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു ജില്ലയിൽ തന്നെ ചില പ്രത്യേക പ്രദേശങ്ങൾ, കോവിഡ് സ്പ്രെഡ് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഭാഗങ്ങൾ, അതിൽ ജിയോഗ്രഫിക്കലി അതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ചും അതുപോലെ തന്നെ അവിടെയുള്ള വിദേശത്ത് നിന്ന് വന്ന ആളുകളുടെ ഒരു എണ്ണം അനുസരിച്ചുമൊക്കെ അത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന് അതാത് ജില്ലകളിലെ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ കണ്ടെത്താനും ആ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ എല്ലാവിധ നിയന്ത്രണ
നിയന്ത്രണങ്ങളും ഈ റെഡ് സോണിലും ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലുമുള്ള ഇളവുകളൊക്കെ ഇല്ലാതെ കടുത്ത നിയന്ത്രണത്തിൽ നിലനിർത്തേണ്ട സ്ഥലങ്ങളുമാണ് ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ. ഐ റിപ്പീറ്റ്, ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ തീരുമാനിക്കുന്നത് അതാത് ജില്ലാ ഭരണകൂടമാണ്. അത് എത്രത്തോളം ഒരു കൊറോണയുടെ വ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവിധ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ തീരുമാനിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്ത് കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ മറ്റൊരു ഉള്ള മുഴുവൻ ആളുകളും ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നും കൃത്യമായി അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഹോം ക്വാറന്റൈനും അതുപോലെ തന്നെ ആശുപത്രി ക്വാറന്റൈനും ആശുപത്രി ചികിത്സയും ഉൾപ്പെടെയുള്ളത് നേടണമെന്നും വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നു. ഇനി കേന്ദ്ര സർക്കാർ അതിൻ്റെ 3-ാമത്തെ പേജ് മുതലാണ് ഏതൊക്കെ തരത്തിലുള്ള ഇളവുകൾ, ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് 3-ാം ഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചേക്കണം. ആദ്യം ഒരു റെഡ് സോണിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റെഡ് സോണിൻ്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഇളവുകളുമാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അണ്ടർ ദി ന്യൂ ഗൈഡ് ലൈൻസ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ മാത്രമേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ത്രൂ ഔട്ട് ദി കൺട്രി, ഈ രാജ്യം മുഴുവൻ സാമൂഹിക ജീവിതത്തിനാവശ്യമായ കാര്യങ്ങൾ, ഇളവുകൾ നൽകിക്കൊണ്ടാണ് ഈ ഉത്തരവുകൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അതുകൊണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇനി പറയാൻ പോകുന്ന ഇളവുകൾ അല്ലെങ്കിൽ നിരോധനങ്ങൾ ഇത് രാജ്യം മുഴുവൻ ബാധകമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് സോൺസ്. ഈ സോണുകളോ റെഡ് സോൺ, ഗ്രീൻ സോൺ, ഓറഞ്ച് സോൺ എന്നുള്ളതൊന്നും ഇതിന് ബാധകമല്ല. രാജ്യം മുഴുവൻ ഈ പറയുന്ന നിയന്ത്രണങ്ങളും ഇളവുകളും ബാധകമാണ്. ഏറ്റവും ആദ്യം വിമാന മാർഗം, ട്രാവൽ ബൈ എയർ, റെയിൽ, മെട്രോ ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ബൈ റോഡ് ബാൻഡാണ്. അതായത് വ്യോമഗതാഗതം, റെയിൽ ഗതാഗതം, അതുപോലെ തന്നെ മെട്രോ റെയിൽ ഗതാഗതം, അന്തർ സംസ്ഥാന റോഡ് ഗതാഗതം എന്നിവ മെയ് 17 വരെ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത് അർത്ഥം. ഇത് രാജ്യം മുഴുവൻ ബാധകമായിട്ടുള്ള നിയന്ത്രണമാണ്. നേരത്തെ ഉണ്ടായിട്ടുള്ള നിയന്ത്രണമാണ്. ഇത് തുടരുന്നു എന്നേ ഉള്ളൂ. ഇതിൽ ഈ ഒരു ഭാഗത്ത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ഒമിഷൻ നടന്നിരിക്കുന്നു നേരത്തെയുള്ളതിൽ നിന്നും. അതായത് നമ്മുടെ തുറമുഖങ്ങൾ അല്ലെങ്കിൽ കപ്പൽ മാർഗമുള്ള, കടൽ മാർഗമുള്ള ഗതാഗതത്തിന് രാജ്യത്ത് മുഴുവൻ നിരോധനമുണ്ട് എന്നുള്ളത് എക്സ്പ്രസ്ലി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഇതെടുത്ത് വായിക്കണം. കടൽ ഗതാഗതം, അതായത് നമുക്ക് എയർപോർട്ട്, സീ പോർട്ട്, റിവർ പോർട്ട്, ലാൻഡ് പോർട്ട്, ഇതൊക്കെ റോഡ് പോർട്ടൊക്കെ അടയ്ക്കുമ്പോഴും ഇതിൽ കടൽ ഗതാഗതം ഇതിലെടുത്ത് പറഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു നിരോധനം കടൽ ഗതാഗതത്തിനുണ്ട് എന്നുള്ള ഒരു കാര്യവും ഏറ്റവും പുതിയതായി ഇറങ്ങിയ ഈ ഒരു കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പറയുന്നില്ല. ഒരു പക്ഷേ ഇതിൽ അത്തരത്തിൽ സംഭവിച്ച ഒരു പിഴവായിരിക്കാം ഈ ഒരു കടൽ ഗതാഗതം ഇതിൽ ഉൾക്കൊള്ളിക്കാത്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല എങ്കിൽ കടൽ ഗതാഗതം നിയന്ത്രണ വിധേയമായി അനുവദനീയമാണ് എന്നുള്ള ഒരു കാര്യം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തേത്, സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ, ട്രെയിനിങ് സെൻ്ററുകൾ, കോച്ചിങ് സെൻ്ററുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സെൻ്ററുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ പബ്ലിക് വളരെ ലാർജായി ഗ്യാദർ ചെയ്യുന്ന പാർക്കുകൾ, അതുപോലെ തന്നെ സിനിമാ ഹാളുകൾ, ജിംനേഷ്യങ്ങൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ഇവ പൂർണ്ണമായിട്ടും എല്ലാ സോണുകളിലും രാജ്യത്ത് മുഴുവൻ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, നേരത്തെ പറഞ്ഞ പോലെ സ്കൂള്, കോളേജ്, ട്രെയിനിങ് സെൻറ്റർ, അതുപോലെ തന്നെ കോച്ചിങ് സെൻറ്റർ, വീടുകളിലുള്ള കോച്ചിങ് സെൻറ്റർ, ഹോസ്പിറ്റാലിറ്റി സർവീസുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, പാർക്കുകൾ, പൊതുസ്ഥലങ്ങൾ, സിനിമാ ഹാളുകൾ, ജിംനേഷ്യങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്സ് കോംപ്ലക്സുകൾ, ഇവ പൂർണ്ണമായും എല്ലാ സോണിലും രാജ്യം മുഴുവൻ അടഞ്ഞു കിടക്കണം. നിരോധനം ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ വരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നിരോധനം രാജ്യം മുഴുവനുള്ളത്, എല്ലാ സോണുകളിലും ഉള്ളത്, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക തുടങ്ങി മറ്റെല്ലാ തരത്തിലുള്ള ഗ്യാതറിങ്ങുകളും, സംഘാടനങ്ങളും, സമ്മേളനങ്ങളും അല്ലെങ്കിൽ ആഘോഷങ്ങളും രാജ്യം മുഴുവൻ എല്ലാ സോണുകളിലും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, റിലീജിയസ് പ്ലേസസ് ആൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഫോർ പബ്ലിക്, പൊതുജനങ്ങൾക്ക്
ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾ എന്നിവ രാജ്യത്ത് എല്ലാ സോണുകളിലും മെയ് 17 വരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതായി കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നു. അപ്പോൾ ഇതാണ് പൊതുവിൽ രാജ്യം മുഴുവൻ എല്ലാ സോണുകളിലുമുള്ള നിയന്ത്രണം. വ്യോമയാനം, റോഡ് മാർഗം, മെട്രോ റെയിൽ, ഇൻ്റർ സ്റ്റേറ്റ് അന്തർ സംസ്ഥാന റോഡ് മാർഗം എന്നിവ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. സിനിമാ ഹാളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോച്ചിങ് സെൻ്ററുകൾ, ട്രെയിനിങ് സെൻ്ററുകൾ, പാർക്കുകൾ, സിനിമാ ഹാളുകൾ, ജിംനേഷ്യങ്ങൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ ഇവയെല്ലാം അടഞ്ഞു കിടക്കണം. രാഷ്ട്രീയ, സാമൂഹിക, അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടികൾ, സമ്മേളനങ്ങൾ ഇവയെല്ലാം രാജ്യം മുഴുവൻ നിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളുടെയും മത ആരാധനാലയങ്ങളും പൂർണ്ണമായും മെയ് 17 വരെ എല്ലാ സോണുകളിലും നിരോധിച്ചിരിക്കുന്നു. ഇനി തൊട്ടടുത്ത പ്രധാനപ്പെട്ട ഭാഗം, ദീസ് ഗൈഡ് ലൈൻസ് ആർ പ്രിസ്ക്രൈബ് സർട്ടൻ മെഷേഴ്സ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദി പേഴ്സൺസ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉത്തരവിൽ ഒരു 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 പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പൗരാവകാശ ധ്വംസനം ഉണ്ടായിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് ഞാൻ ഇനി വരുന്നത്. അതായത് വൈകിട്ട് 7 മണി മുതൽ രാവിലെ 7 മണി വരെ മെയ് 17 വരെ 2 ആഴ്ചക്കാലത്തെ സമയത്ത് പുറത്തിറങ്ങരുത് എന്ന് രാജ്യത്തെ 130 കോടി പൗരന്മാരോട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഐ റിപ്പീറ്റ്, 65 വയസ്സിന് മുകളിലുള്ള ആളുകളല്ല, ഏതെങ്കിലും മാനദണ്ഡങ്ങൾ ഇതിലില്ല. രാജ്യത്തെ മുഴുവൻ ആളുകളും വൈകിട്ട് 7 മണി മുതൽ രാവിലെ 7 മണി വരെ മെയ് 17 വരെ പുറത്തിറങ്ങരുത്, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്ന വളരെ കർശനമായിട്ടുള്ള ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ ഉത്തരവിനോട് വളരെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ ഉത്തരവ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ, ഇത് എൻഫോഴ്സ് ചെയ്യുമ്പോൾ 144 CRPC പ്രകാരമുള്ള നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ സ്ട്രിക്റ്റായി ഈ 7 മുതൽ 7 വരെയുള്ള പുറത്തിറങ്ങാനുള്ള നിരോധനം പാലിക്കപ്പെടണമെന്ന് കൂടെ കേന്ദ്ര സർക്കാർ പറയുമ്പോൾ വളരെ ശക്തമായി തന്നെ ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കംപ്ലയിൻസ്, ഈ ഒരു ഉത്തരവിൻ്റെ നടപ്പിലാക്കൽ ഉണ്ടാകണമെന്ന് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടർമാർക്ക് ഉള്ള വിപുലമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വൈകിട്ട് 7 മുതൽ രാവിലെ 7 വരെ നിരോധനാജ്ഞ രാജ്യത്ത് മുഴുവൻ പ്രഖ്യാപിച്ചതുകൊണ്ട് സംഘം ചേരുന്നതോ പുറത്തിറങ്ങുന്നതോ മറ്റേതെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതോ പൊതുസ്ഥലത്ത് പോകുന്നതോ 143, 141, 144 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കുറ്റകരമാക്കിക്കൊണ്ട് പിഴയും അതുപോലെ തന്നെ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളായി കണ്ടുകൊണ്ട് കേസെടുക്കാവുന്ന രീതിയിൽ തന്നെ ഈ 7 PM to 7 AM എന്ന് പറയുന്ന ആ ഒരു പുറത്തിറങ്ങാനുള്ള ഒരു നിരോധനം അത് പാലിക്കപ്പെടണമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് വളരെ ഒരു തരത്തിൽ നോക്കിയാൽ നാളിതുവരെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു നിയന്ത്രണത്തിനപ്പുറത്തേക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണം, ഒരു പക്ഷേ പൗരന്മാരെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും പലവിധ ആവശ്യങ്ങൾക്കായി രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ പോകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട്, ചില മാധ്യമങ്ങളൊക്കെ എഴുതി കണ്ടു ഇത്തരത്തിലൊരു ഉത്തരവുണ്ടെന്ന് സംശയം എന്നുള്ളതാണ്. പക്ഷേ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ 3ാം ഘട്ട ലോക്ക്ഡൗണിൻ്റെ ഉത്തരവിൽ ഇക്കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഇതേ ഭാഗത്തു തന്നെ 6ാം വകുപ്പിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ പറയുന്നത് 65 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അവർക്ക് വാർദ്ധക്യമായ രോഗങ്ങളുള്ള ആളുകൾ, അതുപോലെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവർ അവശ്യ കാര്യങ്ങൾക്കല്ലാതെ, അതായത് ആശുപത്രികളിലേക്കും ഡോക്ടറുമായിട്ടുള്ള മീറ്റിങ്ങുകളിലേക്കും ഒക്കെ അല്ലാതെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഈ 2 വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരു സമയത്തും പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം കൂടെ കേന്ദ്ര സർക്കാർ ഈ ഒരു വകുപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ പരിശോധിക്കേണ്ടത് എല്ലാ സോണിലും ഈ 2 ഉത്തരവുകൾ ബാധകമാണ്. അതായത് വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 7 മണി വരെ ആരും പുറത്തിറങ്ങരുത് എന്നുള്ള ഉത്തരവ് ഓറഞ്ച് സോണിലും റെഡ് സോണിലും കണ്ടെയ്ൻമെൻറ്റ് സോണിലും ഗ്രീൻ സോണിലും ഉൾപ്പെടെ എല്ലാ സോണിലും ബാധകമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെയാണ് ഇത് ഈ 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ളവരും അവശ്യകാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്നുള്ള ഉത്തരവും എല്ലാ സോണുകളിലും ബാധകമാണ് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. 7ാമത്തെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റെഡ് സോൺ ഇൻ ദി റെഡ് സോൺസ് ഔട്ട്സൈഡ് ദി കണ്ടെയ്ൻമെൻറ്റ് സോൺസ്, അതായത് കണ്ടെയ്ൻമെൻറ്റ് സോണിന് പുറത്തുള്ള റെഡ് സോണുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റെഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കോവിഡ് പോസിറ്റീവ് പേഷ്യൻസ് ഉള്ള സ്ഥലം, ജില്ല, അതുപോലെ തന്നെ അവിടെ ക്വാറന്റൈനിലുള്ള ആളുകളുണ്ട്, പോസിറ്റീവ് കേസുകളുണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റിന് അയച്ച ആളുകളുണ്ട്. ഇത്രയും കാര്യങ്ങളുള്ള സ്ഥലങ്ങളാണ് റെഡ് സോണുകൾ. ആ റെഡ് സോണുകളുടെ ഉള്ളിലുള്ള കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലം, അതിൽ നിന്ന് സാമൂഹ്യ വ്യാപനം ഉൾപ്പെടെ സാധ്യത കാണുന്ന സ്ഥലങ്ങളെയാണ് കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണിന് പുറത്തുള്ള റെഡ് സോണുകളിൽ ആണ് ഞാനിനി താഴെ പറയാൻ പോകുന്ന നിരോധനം ഉള്ളത്. അതായത് റെഡ് സോണുകളിൽ പൊതു നിരോധനത്തിനപ്പുറമുള്ള നിരോധനത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് പ്ലൈയിങ് സൈക്കിൾ റിക്ഷാസ് ആൻഡ് ഓട്ടോറിക്ഷാസ്. സൈക്കിൾ റിക്ഷകളും ഓട്ടോറിക്ഷകളും ഈ റെഡ് സോണുകളിൽ ഓടിക്കുന്നതിന് നിരോധനമുണ്ട്. റണ്ണിംഗ് ഓഫ് ടാക്സീസ് ആൻഡ് ക്യാബ് അഗ്രഗേറ്റേഴ്സ്, ഇൻട്രാ ഡിസ്ട്രിക്ട് ആൻഡ് ഇൻ്റർ ഡിസ്ട്രിക്ട് പ്ലൈയിങ് ഓഫ് ബസ്സേഴ്സ്. അതായത് അന്തർ ജില്ല, അതായത് ഇതര ജില്ലകളിലേക്കുള്ള ബസ് സർവീസുകൾ പാടില്ല, ജില്ലയ്ക്കുള്ളിലുള്ള ബസ് സർവീസുകൾ പാടില്ല, സൈക്കിൾ റിക്ഷകളും ഓട്ടോറിക്ഷകളും ടാക്സികളും ക്യാബുകളും ഓടാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ബാർബർ ഷോപ്പുകളും സ്പാകളും സലൂണുകളും പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ല. അതായത് റെഡ് സോണുകളിൽ ഔട്ട്സൈഡ് ദ കണ്ടെയ്ൻമെൻറ്റ് സോണിന് ഔട്ട്സൈഡുള്ള റെഡ് സോണുകളിലുള്ള നിരോധനമാണ് ഞാൻ പറഞ്ഞത്. അതായത് ടാക്സികൾ ഉണ്ടാകില്ല, ഓട്ടോറിക്ഷകളും സൈക്കിൾ റിക്ഷകളും പാടില്ല, ജില്ലകൾക്കുള്ളിലും പുറത്തും ഇതര ജില്ലകളിലേക്കും ബസ് സർവീസുകൾ പാടില്ല, ബാർബർ ഷോപ്പുകളോ മറ്റ് സ്പാകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്യൂട്ടി പാർലറുകളോ പാടില്ല എന്നും റെഡ് സോണിലുള്ള നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. പൊതു നിയന്ത്രണം, രാജ്യത്ത് മുഴുവനുള്ള പൊതു നിയന്ത്രണം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പൊതു നിയന്ത്രണം കൂടാതെയാണ് റെഡ് സോണുകളിൽ ഈ ഓട്ടോറിക്ഷകളുടെയും ബസ്സുകളുടെയും ബാർബർ ഷോപ്പുകളുടെയും ഈ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്രയുമാണ് റെഡ് സോണുകളിലും മറ്റ് രാജ്യത്ത് പൊതുവിലുമുള്ള നിരോധനങ്ങൾ. ഈ നിരോധനങ്ങൾക്കപ്പുറം എന്തൊക്കെ ഇളവുകളാണ് കഴിഞ്ഞ 2 ഘട്ടത്തിലെ ലോക്ക്ഡൗണിന് ഉപരിയായി ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. 8ാമത്തെ ഭാഗത്ത് കേന്ദ്ര സർക്കാർ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു: certain other activities have been allowed in the red zones with restrictions. ചില നിയന്ത്രണങ്ങളോടുകൂടെയാണ് താഴെ പറയുന്ന ഇളവുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അതായത് 4 വീൽ പെർമിറ്റഡ് ആക്ടിവിറ്റീസിന്, അതായത് ആവശ്യം ചികിത്സാ ആവശ്യം, മരണത്തിൻ്റെ ആവശ്യം, അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള രോഗികളെ കൊണ്ടുപോകാനുള്ള ആവശ്യം, ഇത്തരം ആവശ്യങ്ങൾക്കായി ഇറങ്ങുമ്പോൾ ഡ്രൈവർ ഉൾപ്പെടെ ഒരു 4 വീൽ വാഹനത്തിൽ 3 ആളുകളെ അനുവദിച്ചുകൊണ്ട് കേന്ദ്രം റെഡ് സോണിൽ ഉത്തരവിട്ടിട്ടുണ്ട്. റെഡ് സോണിലെ ഇളവുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ റെഡ് സോണിൽ ഇപ്പോഴും ഇരുചക്ര വാഹനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. അതായത് റെഡ് സോണിലെ ഇളവുകളാണ് ഞാൻ പറയുന്നത്. റെഡ് സോണുകളിൽ നമുക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ അതിൽ ഒരാൾ മാത്രം, അതും പെർമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, നേരത്തെ പറഞ്ഞ പോലെ അവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ നേരത്തെ നമുക്കുണ്ടായ നിയന്ത്രണം പോലെ തന്നെ റെഡ് സോണിൽ ഇപ്പോഴും ഉണ്ട്. അത് ബൈക്കിൽ പുറത്തിറങ്ങാം, പക്ഷേ അതിൽ പില്യൺ റൈഡേഴ്സ്, അതിൽ പുറകിലിരിക്കുന്ന ആളെ അനുവദിക്കില്ല, ഒരു റൈഡർ മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ 4 ചക്ര വാഹനങ്ങളിൽ റെഡ് സോണുകളിലാണെങ്കിൽ 3 ആളുകളെ അനുവദിക്കും. ഒരു ഡ്രൈവറും 2 യാത്രക്കാരെയും റെഡ് സോണിൽ അനുവദിക്കും. അത് അത്യാവശ്യ കാര്യത്തിന് പുറത്തിറങ്ങുന്ന ആളുകൾക്കാണ് ഈ ആനുകൂല്യം കിട്ടുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രത്യേക സാമ്പത്തിക മേഖല റെഡ് സോണുകളിൽ പ്രവർത്തിക്കാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കയറ്റുമതി സ്ഥാപനങ്ങൾ റെഡ് സോണിൽ പ്രവർത്തിക്കാം. വ്യാവസായിക സ്ഥാപനങ്ങളും ടൗൺഷിപ്പുകൾക്കും പ്രത്യേക അനുമതി റെഡ് സോണിൽ നൽകുന്നുണ്ട്. മറ്റെല്ലാ അതർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് പെർമിറ്റഡ് ആർ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലങ്ങൾ റെഡ് സോണിൽ അലൗഡ് ആണ്. അതുപോലെ തന്നെ ഡ്രഗ്സ്, മരുന്നുകളും ഫാർമസ്യൂട്ടിക്കൽ ഗുഡ്സുകളും മെഡിക്കൽ ഡിവൈസുകൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയലുകൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, അതിൻ്റെ വെയർഹൗസുകൾ, ഗോഡൗണുകൾ, ഇവയെല്ലാം റെഡ് സോണിൽ അനുവദനീയമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ IT ഹാർഡ്വെയർ ഉണ്ടാക്കാനുള്ള സംവിധാനം അനുവദനീയമാണ്. ജൂട്ട് ഇൻഡസ്ട്രി, വ്യവസായം ഈ ഒരു ഘട്ടത്തിൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ഓഫ് ഇതെല്ലാം റെഡ് സോണിൽ അനുവദനീയമാകുമ്പോൾ പോലും അവിടെ സാമൂഹിക അകലവും അതുപോലെ കൃത്യമായിട്ടുള്ള മാസ്കിൻ്റെ ഉപയോഗവും വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള മറ്റൊരു സംശയമാണ്
മാനുഫാക്ചറിങ് യൂണിറ്റ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയലുകളുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ റെഡ് സോണിൽ അനുവദനീയമാണ് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മാളുകളിലുള്ള മാർക്കറ്റുകളും അല്ലെങ്കിൽ മാർക്കറ്റ് കോംപ്ലക്സുകളും റെഡ് സോണിൽ അനുവദിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ റൂറൽ ഏരിയകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ, റെഡ് സോണുകളിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ സ്റ്റാൻഡ് അലോൺ ഷോപ്പുകൾ, നമ്മുടെ നാട്ടിലുള്ള ചെറിയ പലചരക്ക് ഗ്രോസറി ഷോപ്പുകൾ, പലചരക്ക് കടകൾ, വീടുകളിൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയകളിലുള്ള, റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിലുള്ള, താമസ കെട്ടിടങ്ങളിലുള്ള കടകൾ, ചെറിയ ഷോപ്പുകൾ, ഇവയ്ക്ക് റെഡ് സോണിൽ അനുവാദമുണ്ട്. അർബൻ ഏരിയയിലും ഇത്തരത്തിൽ താമസ സ്ഥലത്തുള്ള കടകൾ, ഷോപ്പുകൾ അനുവദനീയമാണ്. റെഡ് സോണിൽ നേരത്തെയുള്ള ഉത്തരവ് പോലെ തന്നെ കൊമേഴ്സ്, അതായത് ഓൺലൈൻ വ്യാപാരങ്ങൾ അവശ്യ വസ്തുക്കൾക്ക് വേണ്ടി മാത്രം ചുരുക്കിയിട്ടുള്ളതായിട്ടും റെഡ് സോണിലുള്ള ഇളവുകളിൽ വളരെ കൃത്യമായിട്ട് കേന്ദ്രം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഇളവ് റെഡ് സോണുകളിൽ കേന്ദ്രം നൽകിയിട്ടുള്ളത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഫീസുകൾ 33% ആളുകളെ വെച്ചുകൊണ്ട് നടത്താമെന്ന് കേന്ദ്ര സർക്കാർ ഒരു ഇളവ് റെഡ് സോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും റെഡ് സോണിൽ തുറക്കാം. ഓൾ ഗവൺമെൻറ് ഓഫീസസ് എന്നാണ് കൃത്യമായിട്ട് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും റെഡ് സോണുകളിൽ തുറക്കാം. പക്ഷേ അപ്പോഴും അവിടെ ഡെപ്യൂട്ടി സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമേ പൂർണ്ണമായും എത്താൻ വേണ്ടി പാടുള്ളൂ. അവരൊഴികെ 33% സ്ട്രെങ്ത് മാത്രമേ ഗവൺമെൻറ് ഓഫീസുകളിൽ പാടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ആളുകളാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് ഇത്തരത്തിൽ പ്രൈവറ്റ് ഓഫീസുകളിലെ ജോലികൾ ചെയ്യാമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഡിഫൻസ് സെക്യൂരിറ്റി, ആരോഗ്യം, അതുപോലെ തന്നെ പ്രതിരോധം, പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ എമർജൻസി സർവീസസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കേഡറ്റ്, NCC, നെഹ്റു യുവ കേന്ദ്ര, മുനിസിപ്പൽ സർവീസസ്, ഇത്തരത്തിലുള്ള അവശ്യ സർവീസുകളുടെ സ്ഥാപനങ്ങൾ മുഴുവൻ റെഡ് സോണിൽ തുറക്കാമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. ഏറ്റവും പുതുതായി വന്ന ആളുകളോടാണ്, വ്യൂവേഴ്സിനോടാണ് റെഡ് സോണിൽ നൽകിയിട്ടുള്ള ഇളവുകൾ ഇതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാം. 4 ചക്ര വാഹനത്തിൽ റെഡ് സോണിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ 3 ആളുകൾ, ഡ്രൈവർ, മറ്റു 2 യാത്രക്കാർ എന്നിവരാണ് അനുവദനീയമായിട്ടുള്ളത്. 2 ചക്ര വാഹനങ്ങളിലും റെഡ് സോണിൽ പുറത്തിറങ്ങാം. പക്ഷേ അപ്പോൾ ഒരു റൈഡറെ മാത്രമേ 2 ചക്ര വാഹനത്തിൽ അനുവദിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ വ്യാവസായിക സംവിധാനങ്ങളും, ഇൻഡസ്ട്രികളും, കയറ്റുമതി സ്ഥാപനങ്ങളും അനുവദിക്കും. ഡ്രഗിൻ്റെയും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെയും തുടങ്ങി അങ്ങനെയുള്ള എല്ലാ വ്യവസായങ്ങളും, അതിൻ്റെ വെയർഹൗസുകളും പ്രൊഡക്ഷൻ യൂണിറ്റുകളും എല്ലാം റെഡ് സോണിൽ അനുവദിക്കുമെന്ന് പറയുന്നു. സ്വകാര്യ ഓഫീസുകൾ 33% സ്ട്രെങ്ത്തിൽ തുടങ്ങാമെന്ന് പറയുന്നു. എല്ലാ സർക്കാർ ഓഫീസുകളും ഡെപ്യൂട്ടി സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് 33% സ്ട്രെങ്ത്തിൽ ആരംഭിക്കാമെന്ന് റെഡ് സോണിൽ പറയുന്നു. റെഡ് സോണിൽ മറ്റെല്ലാ പോലീസും ഫയർഫോഴ്സും ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ അവശ്യ സർവീസുകളും റെഡ് സോണിൽ ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നു. ഈ റെഡ് സോണിൽ മാളുകൾക്കും അതുപോലെ തന്നെ കോംപ്ലക്സുകൾക്കും അതിനുള്ളിലുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കുമാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ രാജ്യം മുഴുവനുള്ള നിരോധനം, അതിനു പുറമെ ഓട്ടോ ടാക്സികളിലെയും അതുപോലെ തന്നെ ക്യാബുകളുടെയും ബസ് സർവീസുകളുടെയും ബാർബർ ഷോപ്പുകളുടെയും നിയന്ത്രണം, അതിനുശേഷം ഈ ഒരു വലിയ ഇളവിലേക്ക് റെഡ് സോണുകൾ കേന്ദ്ര സർക്കാർ ഉത്തരവിലൂടെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ മാറിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. വീണ്ടും റെഡ് സോണിനെ കുറിച്ച് തന്നെയാണ്. ഓൾ ഇൻഡസ്ട്രിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയ, പല ആളുകൾക്കുമുള്ള സംശയമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓൾ ഇൻഡസ്ട്രിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയ. ഗ്രാമപ്രദേശങ്ങൾ, റെഡ് സോണുകളായിട്ടുള്ള ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള എല്ലാ കൺസ്ട്രക്ഷനുകളും, ഇൻഡസ്ട്രിയൽ വ്യാവസായിക മേഖലകളും, അതുപോലെ MNR EGA വർക്കുകളും, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളും, അതുപോലെ തന്നെ റൂറൽ ഏരിയ വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ, ദ നേച്ചർ ഓഫ് ഗുഡ്സ്, ഓൾ ഷോപ്സ് എക്സെപ്റ്റ് ഇൻ ഷോപ്പിംഗ് മോൾസ് ആർ പെർമിറ്റഡ്. അതായത് റെഡ് സോണുകളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വ്യാവസായിക കൺസ്ട്രക്ഷൻ വർക്കുകളും അനുവദനീയമാണ്. അതുപോലെ തന്നെ അതുകൂടാതെ ഗ്രാമപ്രദേശങ്ങളിൽ
അവശ്യ വസ്തുവാണോ അവശ്യ വസ്തു അല്ലേ എന്നുള്ള ഒരു തരത്തിലുള്ള ഡിസ്റ്റിങ്ഷനും വ്യത്യാസവുമില്ലാതെ തന്നെ എല്ലാ സാധനങ്ങൾ വിൽക്കുന്ന എല്ലാ കടകളും ഈ റെഡ് സോണുകളിൽ ഗ്രാമങ്ങളിൽ നിയന്ത്രണ വിധേയമായി തുറക്കാമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നു. എല്ലാ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും കാർഷിക സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും തുടങ്ങാമെന്ന് പറയുന്നു. അത് ഹാർവെസ്റ്റിംഗ്, അതായത് നടലും അതുപോലെ തന്നെ അതിൻ്റെ ഫലം എടുക്കലും അതിൻ്റെ വിൽപ്പനയും മാർക്കറ്റിങ്ങും പ്രോസസ്സിങ്ങും ഉൾപ്പെടെയുള്ള എല്ലാ കാർഷികപരമായിട്ടുള്ള പ്രവൃത്തികളും റെഡ് സോണിൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി ആക്ടിവിറ്റീസ്, മൃഗവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സംവിധാനങ്ങൾ, ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരുടെ എല്ലാ പ്രവൃത്തികളും റെഡ് സോണിൽ അനുവദനീയമാണ്. ഓൾ പ്ലാന്റേഷൻ ആക്ടിവിറ്റീസ് ആർ അലൗഡ് ഇൻക്ലൂഡിംഗ് ദെയർ പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. എല്ലാ പ്ലാന്റേഷൻ തോട്ട സംബന്ധമായിട്ടുള്ള കാർഷിക വൃത്തികളും അനുവദനീയമായിട്ടുണ്ട്. അവരുടെ പ്രോസസ്സിംഗ്, അതിൻ്റെ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും റെഡ് സോണിൽ അനുവദനീയമാണെന്ന് പറയുന്നു. ആയുഷിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ കീഴിലുള്ള എല്ലാ ഹെൽത്ത് സർവീസും, അത് നേരത്തെ പറഞ്ഞ പോലെ ഹോമിയോ, ആയുർവേദം, യുനാനി തുടങ്ങിയിട്ടുള്ള ആയുഷിൻ്റെ കീഴിൽ വരുന്ന എല്ലാവിധ മെഡിസിനുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഹെൽത്ത് സർവീസുകൾ എല്ലാം അനുവദനീയമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ലാർജ് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ ഓപ്പൺ ആയിരിക്കും. എല്ലാ ബാങ്കുകളും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും ക്യാപിറ്റൽ മാർക്കറ്റ് ആക്ടിവിറ്റികളും കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഉൾപ്പെടെയുള്ള എല്ലാ ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് സംവിധാനങ്ങൾ ഈ റെഡ് സോണിൽ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഓഫ് ഹോം, അതായത് കുട്ടികളെ, അനാഥരായിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെയും പ്രായമായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ വിഡോസ് ആയിട്ടുള്ള ഭർത്താവ് മരിച്ചിട്ടുള്ള ആളുകളെയും സ്ത്രീകളെയും ഒക്കെ പാർപ്പിക്കുന്ന അത്തരം അഗതി കേന്ദ്രങ്ങളും അതുപോലെ തന്നെ അത്തരം അനാഥ മന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറക്കാമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഉത്തരവിൽ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത മനസ്സിലാക്കേണ്ടത്, ആൻഡ് ഓപ്പറേഷൻ ഓഫ് അംഗൻവാഡീസ് ഓൾസോ ബീൻ പെർമിറ്റഡ്. അംഗൻവാടികൾ തുറക്കാം എന്നുള്ള മറ്റൊരു സുപ്രധാനമായ ഒരു ഇളവ് കൂടെ കേന്ദ്ര സർക്കാർ ഈ റെഡ് സോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് യൂട്ടിലിറ്റീസ് ആയിട്ടുള്ള പവർ, വൈദ്യുതിയുടെയും വെള്ളത്തിൻ്റെയും സാനിറ്റേഷൻ്റെയും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയും ടെലികമ്മ്യൂണിക്കേഷൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാനും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ ഇളവുകളിൽ അല്ലെങ്കിൽ ഈ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 10ാമത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, most of the commercial and private establishments have been allowed in the red zones. മിക്കവാറും ഭൂരിപക്ഷം വരുന്ന എല്ലാ വാണിജ്യ സ്വകാര്യ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും റെഡ് സോണിൽ അലൗ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ, മാധ്യമങ്ങളുടെ ഭാഗമായി പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം പ്രവൃത്തികളും റെഡ് സോണിൽ അനുവദനീയമാണ്. ഐ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവനങ്ങളും ഡാറ്റയും കോൾ സെൻറ്ററുകളും അനുവദനീയമാണ്. അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ്, വെയർഹൗസിംഗ് സർവീസുകൾ നടത്താൻ വേണ്ടിയിട്ട് അനുവാദം റെഡ് സോണിലുണ്ട്. പ്രൈവറ്റ് സെക്യൂരിറ്റി ആൻഡ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സർവീസ് റെഡ് സോണിൽ നടത്താമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആളുകളുടെയും സംശയമാണ്, റെഡ് സോണിൽ ഈ പലവിധ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള തൊഴിലാളികളുണ്ട്, പെയിൻറ്റിങ് മേഖലയിലുള്ള തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ ദിവസേന കൂലിപ്പണിയെടുക്കുന്ന പല രീതിയിലുള്ള തൊഴിലാളികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവർക്ക് ഇവരുടെ ജോലികൾ അനുവദനീയമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, അതും റെഡ് സോണിൽ അനുവദനീയമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർവീസസ് പ്രൊവൈഡഡ് ബൈ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് എന്നാണ് പറയുന്നത്. സ്വയം എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ജോലിക്കാരെയാണ്. അതിൽ പ്ലംബർമാരുൾപ്പെടാം, അതിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്ലംബർമാരുൾപ്പെടാം, പെയിൻറ്റിങ്ങുകാരുൾപ്പെടാം, കെട്ടുപണിക്കാരുൾപ്പെടാം, സിമൻറ്റ് പണിക്കാരുൾപ്പെടാം, അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകൾ ഉൾപ്പെടാം, എക്സെപ്റ്റ് ബാർബേഴ്സ് എന്നുകൂടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഉത്തരവിൽ പറയുന്നു. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ബാർബർമാർ, ബ്യൂട്ടീഷ്യന്മാർ എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യാപനം, വളരെ അടുത്ത് ജോലിയിൽ ഇടപഴകുന്ന ബാർബർമാരിൽ നിന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് എക്സ്പേർട്സിൻ്റെ ഒരു അഭിപ്രായ പ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ബാർബർമാരും ബ്യൂട്ടീഷ്യന്മാരും ഒഴികെയുള്ള
മുഴുവൻ ആളുകൾക്കും അവർക്ക് ജോലി ചെയ്യാമെന്നുള്ള ഒരു ഉത്തരവ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ്, ഒരു ഇളവ് കേന്ദ്ര സർക്കാർ ഏറ്റവും പുതിയ 3-ാം ഘട്ടത്തിലെ ഈ ഒരു ഉത്തരവിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഓഫ് എസെൻഷ്യൽ ഗുഡ്, അവശ്യ സാധനങ്ങളുടെ നിർമ്മാണം, ഇൻക്ലൂഡിംഗ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ സർവീസ്, അതിൻ്റെ റോ മെറ്റീരിയലുകൾ, അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, അതിൻ്റെ മറ്റ് വെയർഹൗസിങ്ങുകൾ, ഗോഡൗണുകൾ, സപ്ലൈ ചെയിനുകൾ, അങ്ങനെ തുടങ്ങി ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് മാനുഫാക്ചറിങ് ഓഫ് IT ഹാർഡ്വെയർ, മാനുഫാക്ചറിങ് യൂണിറ്റ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം എല്ലാ വ്യാവസായിക കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെയും ഈ റെഡ് സോണിൽ അലൗ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മോസ്റ്റ് ഓഫ് ദി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആർ അലൗഡ് ഇൻ റെഡ് സോൺസ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അവിടെയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. IT സർവീസുകൾ അനുവദനീയമാണെന്ന് പറയുന്നു. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ, ബാർബർമാരൊഴികെയുള്ള സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള പ്ലംബർമാർ, പെയിൻറ്റർമാർ, മണൽ പണിക്കാർ, അത്തരത്തിൽ ദിവസേന കൂലി തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ജോലികൾ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും അതുപോലെ മാസ്കുകൾ ഉപയോഗിച്ചുകൊണ്ടും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ചെയ്യാമെന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. ഇനിയാണ് നമ്മൾ അടുത്തൊരു സോണിലേക്ക് വരുന്നത്. ഇപ്പോഴെന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ, നിങ്ങളുടെയൊക്കെ സംശയം ഇതിലൂടെ ഈ ഒരു രീതിയിൽ നമുക്ക് തീർക്കാം. അതായത് ഞാൻ ഇതുവരെ പറഞ്ഞു നിർത്തിയത് രാജ്യത്ത് എല്ലാ സോണുകളെയും ബാധിക്കുന്ന നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഇളവുകളുമാണ് പറഞ്ഞു നിർത്തിയത്. അതിൽ തന്നെ റെഡ് സോണിൽ പ്രത്യേകം വന്നിട്ടുള്ള നിരോധനങ്ങൾ, ഇളവുകൾ, ഇത് രണ്ടും ഞാൻ പറഞ്ഞു വെക്കുകയുണ്ടായി. അപ്പോൾ ഈ റെഡ് സോണിലുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഇളവുകൾ മുഴുവൻ ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും അനുവദനീയമാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ മുഴുവൻ, റെഡ് സോണിൽ പറഞ്ഞ മുഴുവൻ ഇളവുകളും ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും അനുവദനീയമാണ്. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി ചെയ്യാൻ, ബാർബർമാരൊഴികെ എന്ന് പറഞ്ഞത് ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും അനുവദനീയമാണ്. അതായത് എന്തൊക്കെ ഞാൻ ഇളവുകൾ റെഡ് സോണിൽ പറഞ്ഞു, എല്ലാ ഇൻഡസ്ട്രികളും വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, എക്സ്പോർട്ടിംഗ് യൂണിറ്റുകൾ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, IT രംഗം വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അത്തരത്തിൽ അവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ഇളവുകളും റെഡ് സോണിനും ഓറഞ്ച് സോണിനും ബാധകമാണ്. രാജ്യത്ത് പൊതുവിൽ നിരോധിച്ച അല്ലെങ്കിൽ നിയന്ത്രിച്ച, നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വ്യോമഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് റെഡ് സോണിനും ഓറഞ്ച് സോണിനും ബാധകമാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇളവുകളും നിരോധനങ്ങളും റെഡ് സോണിനും ഓറഞ്ച് സോണിനും ബാധകമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പെർട്ടിക്കുലർലി ഓറഞ്ച് സോണിനും ഗ്രീൻ സോണിനും എന്തൊക്കെ ഇളവുകളാണ് റെഡ് സോണിൽ നിന്ന് വ്യത്യസ്തമായി നൽകിയിട്ടുള്ളത് എന്നുള്ളതിലേക്ക് വരാം. ഓറഞ്ച് സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓറഞ്ച് സോൺ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ 14 ദിവസം ഒരു കോവിഡ് പോസിറ്റീവ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥലങ്ങളെയാണ് ഓറഞ്ച് സോണാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഓറഞ്ച് സോണിൽ ഇൻ അഡീഷൻ ടു ദ ആക്ടിവിറ്റീസ് പെർമിറ്റഡ് ഇൻ റെഡ് സോണിൽ അനുവദിച്ച കാര്യങ്ങൾക്ക് പുറമെ എന്തൊക്കെയാണ് ഓറഞ്ച് സോണിൽ അനുവദനീയമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ടാക്സീസ് ആൻഡ് ക്യാബ് അഗ്രഗേറ്റേഴ്സ് വിൽ ബി പെർമിറ്റഡ് വിത്തിൻ 1 ഡ്രൈവർ ആൻഡ് 1 പാസഞ്ചർ ഓൺലി. ലിസൺ കെയർഫുള്ളി, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. റെഡ് സോണിൽ ടാക്സികൾ, ഓട്ടോറിക്ഷകൾ, സൈക്കിൾ റിക്ഷകൾ, ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് ബസ് സർവീസുകൾ, അതുപോലെ തന്നെ ബാർബർ ഷോപ്പുകൾ, സ്പാകൾ, ഇതെല്ലാം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഓറഞ്ച് സോണിലേക്ക് എത്തുമ്പോൾ ടാക്സികൾ, അതുപോലെ തന്നെ ക്യാബുകൾ, ഇത് ഓടിക്കാനുള്ള ഒരു അനുവാദം ഓറഞ്ച് സോണിൽ നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ടാക്സികളിൽ ഒരു ഡ്രൈവറും ഒരു പാസഞ്ചറും മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. അതായത് ടാക്സീസ് ആൻഡ് ക്യാബ്സ് എന്നാണ് പൊതുവിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഏത് ടാക്സികളാണെന്നുണ്ടെങ്കിലും അതിൽ ഒരു ഡ്രൈവർ ഒരു പാസഞ്ചർ എന്നുള്ള രീതിയിലായിരിക്കണം ഓറഞ്ച് സോണുകളിൽ സർവീസുകൾ, ടാക്സി ക്യാബ് സർവീസുകൾ ഉണ്ടാകേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ടാക്സികൾ അനുവദനീയമാണ് ഓറഞ്ച് സോണിൽ. അത് ഒരു ടാക്സിയിൽ ഒരു ഡ്രൈവർ ഒരു പാസഞ്ചർ എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. ഇന്റർ ഡിസ്ട്രിക്ട് മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് വെഹിക്കിൾസ് വിൽ ബി അലൗഡ് ഫോർ പെർമിറ്റഡ് ആക്ടിവിറ്റീസ് ഓൺലി. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, ഓറഞ്ച് സോണിൽ നിന്നും നമുക്ക് ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ള വലിയൊരു ആശങ്ക ഒരുപാട് ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി
ഇവിടെ കേന്ദ്ര സർക്കാർ പറയുന്നു, ഇന്റർ ഡിസ്ട്രിക്ട് മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് വെഹിക്കിൾസ് വിൽ ബി അലൗഡ് ഫോർ പെർമിറ്റഡ് ആക്ടിവിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വ്യക്തികളെയും വാഹനങ്ങളെയും ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക്, അതായത് ഇത്തരം സോണുകളിലേക്ക് യാത്ര ചെയ്യാൻ അവർക്ക് സാധിക്കും ഫോർ പെർമിറ്റഡ് ആക്ടിവിറ്റീസ്. ഈ പെർമിറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുള്ള ഒരു ക്ലോസ്, ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുമ്പോൾ ഇത് സംസ്ഥാനങ്ങളുടെ ഒരു വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്നതാണ്. സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമെടുക്കാം. ഏതൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടി ഈ ഇൻ്റർ ഡിസ്ട്രിക്ട് മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് വെഹിക്കിൾസ് അലൗ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം അത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇറക്കുന്ന ഉത്തരവുകളിൽ വളരെ കൃത്യമായി പറയും. പക്ഷേ ആസ് ഇഫ് നൗ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്, ഈ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഇപ്പോൾ വയനാട് ജില്ലയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരാൾ കോഴിക്കോട് ജില്ലയിലോ എറണാകുളം ജില്ലയിലോ സ്ട്രാൻഡഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ 3-ാം തീയതിക്ക് ശേഷം അവർക്ക് ഈ ഒരു ഇൻ്റർ ഡിസ്ട്രിക്ട് മൂവ്മെൻറ്റ് അവരുടെ വീടുകളിലേക്ക് തിരികെ എത്താനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതാണ്. അതൊരു പെർമിറ്റഡ് ആക്ടിവിറ്റി ആയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഒറ്റത്തവണ കിട്ടുന്ന ഒരു ആനുകൂല്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം അതിനുണ്ടാകും. എറണാകുളത്തുള്ള ആൾക്ക് വയനാട്ടിലേക്കുള്ള വീട്ടിലേക്ക് വരാം എന്നുള്ള ഒരു ആക്ടിവിറ്റി, ആ ഒരു ഒറ്റത്തവണ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇൻ്റർ ഡിസ്ട്രിക്ട് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ. അത് വാഹനത്തിലായാലും വ്യക്തിക്കായാലും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ഓറഞ്ച് സോണിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 4 വീലേഴ്സ്, അതായത് 4 വീലേഴ്സ് will have maximum 2 passengers besides the driver and pillion riding will be allowed. അതായത് റെഡ് സോണിൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ടാക്സി അലൗഡ് അല്ല, അവിടെ വാഹനങ്ങൾ അലൗഡാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 4 വീലറിൽ അവിടെ 2 യാത്രക്കാരും ഒരു ഡ്രൈവറും എന്നാണ് പറഞ്ഞത്. സമാനമായി ഇവിടെയും 4 വീലറുകളിൽ, സ്വകാര്യ വാഹനങ്ങളിൽ 2 യാത്രക്കാരും ഒരു ഡ്രൈവറുമാണ് അനുവദനീയമായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി ഇരുചക്ര വാഹനങ്ങളിൽ ഓറഞ്ച് സോണുകളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓറഞ്ച് സോണുകളിൽ 2 ആളുകൾക്ക് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യാം. 4 ചക്ര വാഹനങ്ങളാണെങ്കിൽ ആകെ 3 പേർക്ക് യാത്ര ചെയ്യാം. അതിലൊരാൾ ഡ്രൈവർ, 2 യാത്രക്കാർ എന്നുള്ളതാണ് നിരക്ക്. ടാക്സിയിലാണെന്നുണ്ടെങ്കിൽ 1 ഡ്രൈവർ 1 യാത്രക്കാരൻ, അതേത് ടാക്സിയിലാണെങ്കിലും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ ഓറഞ്ച് സോണിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഇളവുകളും നേരത്തെ റെഡ് സോണിൽ പറഞ്ഞ ഇളവുകളും ഓറഞ്ച് സോണിൽ ലഭ്യമാകും എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ അപ്പോഴും രാജ്യം മുഴുവൻ ഇറസ്പെക്റ്റീവ് ഓഫ് സോൺസ് എന്ന് പറഞ്ഞിട്ട് സോണുകൾക്കൊക്കെ മുകളിൽ രാജ്യം മുഴുവൻ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിരോധനങ്ങൾ അപ്പോഴും നിലനിൽക്കും. നിലവിൽ ഇളവുകളെ സംബന്ധിച്ച് റെഡ് സോണിലുള്ള മുഴുവൻ ഇളവുകളും ഓറഞ്ച് സോണിൽ ലഭ്യമാകും. റെഡ് സോണിലെ അല്ലാത്ത ഓറഞ്ച് സോണുകളിൽ മാത്രം ലഭ്യമായ ചില ഇളവുകൾ കൂടെ ഓറഞ്ച് സോണിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഓറഞ്ച് സോണിൽ ബാർബർമാർക്കോ സ്പാകൾക്കോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരോധനം ഏർപ്പെടുത്തിയതായിട്ടുള്ള സ്പെസിഫിക് എക്സ്പ്രസ് മെൻഷനുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് വിട്ടുകൊണ്ട് അവിടെ അതാത് സാഹചര്യങ്ങൾ വിലയിരുത്തി ഒരു തീരുമാനമെടുക്കാമെന്നുള്ളതായിരിക്കണം കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വീകരിച്ച ഒരു നിലപാട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി 3-ാമത്തെ സോണിലേക്ക് വരാം. ഗ്രീൻ സോൺ എന്നുള്ളതാണ്. റെഡ് സോണിലും ഓറഞ്ച് സോണിലും അനുവദിച്ച എല്ലാവിധ ഇളവുകളും ഗ്രീൻ സോണിൽ അവൈൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വാക്കുകളുടെ ഒരു ഘടന, അല്ലെങ്കിൽ വാക്കുകളുടെ ഒരു അർത്ഥം തന്നെ നമുക്ക് നോക്കണം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 12-ാമത്തെ പ്രൊവിഷനിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദി ഗ്രീൻ സോൺസ് all activities are permitted except the limited number of activities which are prohibited throughout the country. രാജ്യം മുഴുവൻ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള ചില പ്രവൃത്തികൾ, ചില കാര്യങ്ങൾ ഒഴികെ ഓൾ ആക്ടിവിറ്റീസ് ആർ പെർമിറ്റഡ് എന്നാണ് ഗ്രീൻ സോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് നോർമൽ ലൈഫിലേക്ക്, സാഹചര്യത്തിലേക്ക് ഗ്രീൻ സോണുകളിൽ കാര്യങ്ങൾ എത്തി എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുമാനിക്കാനുള്ളത്. റെഡ് സോണുകളിലെയും അതുപോലെ തന്നെ ഓറഞ്ച് സോണുകളിലെയും മുഴുവൻ ആനുകൂല്യങ്ങളും ഗ്രീൻ സോണിൽ ലഭ്യമാണ്. അതിനു പുറമെ ഗ്രീൻ സോണുകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇളവുകളിൽ ഒന്ന് എന്ന് പറയുന്നത് 50% സീറ്റിംഗ് കപ്പാസിറ്റിയോടുകൂടെ ബസ്സുകൾ ജില്ലയ്ക്കുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യാം. ജില്ലയ്ക്കുള്ളിൽ എന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. 50% സീറ്റിംഗ് കപ്പാസിറ്റിയോടെ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാം, ബസ്സിൻ്റെ സേവനം, പൊതുഗതാഗതം ആരംഭിക്കാം എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനം. അത്
ഗ്രീൻ സോണിൽ മാത്രമേ ഉള്ളൂ. 50% കപ്പാസിറ്റിയിൽ, സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് ബസ്സുകൾ ഓടിക്കേണ്ടത് എന്ന് പറയുന്നു. ആൻഡ് ബസ് ഡിപ്പോകൾ ക്യാൻ ഓപ്പറേറ്റ് വിത്ത് അപ് ടു 50% കപ്പാസിറ്റി. അതായത് ബസ് ഡിപ്പോകളിലുള്ള മുഴുവൻ ബസ്സുകളുടെ എണ്ണത്തിൽ 50% ബസ്സുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പൊതുഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം കൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നു. ഗ്രീൻ സോൺ ഓൾമോസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ് ആർ പെർമിറ്റഡ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് വിച്ച് ആർ പ്രോഹിബിറ്റഡ് ത്രൂ ഔട്ട് ദ കൺട്രി. എന്താണ് ത്രൂ ഔട്ട് ദ കൺട്രി പ്രോഹിബിറ്റഡ് ആയിട്ടുള്ളത്? വ്യോമഗതാഗതം, റെയിൽ ഗതാഗതം, ഇൻ്റർസ്റ്റേറ്റ് ആൻഡ് ഇൻട്രാസ്റ്റേറ്റ് ഗതാഗതങ്ങൾ, സ്വകാര്യ വാഹനങ്ങളുടെ ഗതാഗതങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ, കോളേജുകൾ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, മാളുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ത്രൂ ഔട്ട് ദ കൺട്രി ഇറസ്പെക്റ്റീവ് ഓഫ് സോൺസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊഹിബിഷൻ, ഈ നിരോധനം ഗ്രീൻ സോണിലും ബാധകമാണ്. പക്ഷേ അപ്പോഴും അവിടെ ടാക്സികളോടാം, ഓറഞ്ച് സോണിൽ പറഞ്ഞതുപോലെയുള്ള ടാക്സികളോടാം, രണ്ടാളുകൾ ഉപയോഗിച്ചുകൊണ്ട് ടാക്സികളോടാം, 4 വീലറുകളോടാം, 2 വീലറുകൾ 2 ആളെ ഉപയോഗിച്ചുകൊണ്ട് ഓടാം. ഇത്തരത്തിലുള്ള ഓറഞ്ച് സോണിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഗ്രീൻ സോണിൽ ലഭിക്കും. അതിന് പുറമെ ബസ്സുകളോടാം 50% സീറ്റിംഗ് കപ്പാസിറ്റിയിൽ എന്നുള്ള ഒരു പ്രൊവിഷൻ, 50% ഡിപ്പോകളിലെ 50% ബസ്സുകൾ ഇതിനായി ഉപയോഗപ്പെടുത്താമെന്നുമുള്ള ഒരു പ്രൊവിഷനോടുകൂടി ബസ് സർവീസുകൾ, പൊതുഗതാഗതം ആദ്യമായി ആരംഭിക്കുന്നു എന്നുള്ള ഒരു വലിയ ഇളവാണ് ഗ്രീൻ സോണുകളിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. മറ്റ് ഗ്രീൻ സോണുകളിലെയും റെഡ് സോണുകളിലും ഓറഞ്ച് സോണുകളിലെയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു വലിയ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻ്റർ സ്റ്റേറ്റ്, എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഇൻ്റർ സ്റ്റേറ്റ് ക്രോസ് ലാൻഡ് ബോർഡർ ട്രേഡ് ആൻഡ് under treaties with neighboring countries, no separate pass of any sort is needed of such movement, which is essential for maintaining the supply of chain of goods and services across the country during the lockdown period. ലോക്ക്ഡൗൺ പീരീഡിലെ ഭക്ഷണ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതിൻ്റെ കൃത്യമായിട്ടുള്ള വിതരണങ്ങൾക്ക് വേണ്ടിയിട്ടും സേവനങ്ങളുടെ ആവശ്യങ്ങൾക്കായി നടക്കുന്ന ക്രോസ് ലാൻഡ് ബോർഡർ ട്രാൻസ്പോർട്ടേഷൻ, അതായത് നമുക്ക് ഇതര ജില്ലകളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ നടക്കുന്ന സാധന സാമഗ്രികളുടെ, ചരക്കുകളുടെ നീക്കം, അങ്ങനെ പോകുന്ന ട്രക്കുകളുടെയും വാഹനങ്ങൾക്കും പ്രത്യേക പാസ് ഇനി മുതൽ ആവശ്യമായി വരില്ല. അവരുടെ കാര്യങ്ങൾ, ഇന്ന ചരക്കുകൾ കൊണ്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇന്ന ചരക്കെടുക്കാനാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇൻ്റർ സ്റ്റേറ്റ് ബോർഡറുകൾ കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണ് ഇതിലൂടെ. അത്തരത്തിലൊരു ഇളവാണ്, വലിയ ഒരു ഇളവാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇത്തരത്തിൽ ഇൻ്റർ സ്റ്റേറ്റ് ബോർഡറുകൾ കടക്കുന്ന ഒരു ഘട്ടത്തിൽ പാസുകൾ വേണ്ട എന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ സാധന സാമഗ്രികൾ എടുക്കാൻ പോകുന്ന ട്രക്കായിരിക്കണം. പക്ഷെ അപ്പോൾ കാലിയായി പോകുന്ന വേക്കൻ്റ് ആയിട്ടുള്ള ട്രക്കുകൾ, എംപ്റ്റി ട്രക്കുകൾ കൂടെ ഈ ഒരു ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ആരോഗ്യ പ്രവർത്തകരോ പോലീസോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ എംപ്റ്റി ട്രക്കുകളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. വേക്കൻ്റ് ആയിട്ടുള്ള ലോഡില്ലാത്ത, ചരക്കില്ലാത്ത വാഹനങ്ങളെയും ട്രക്കുകളെയും അവശ്യ സാധനങ്ങളുമായി പോകുന്ന വാഹനങ്ങളെയും പാസില്ലാതെ തന്നെ കടത്തിവിടണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശമല്ല, ഉത്തരവ് തന്നെ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഭാഗമായി 13ാമത്തെ ഒരു പ്രൊവിഷനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഇതിൽ വെച്ചിരിക്കുന്നത്, ഓൾ അതർ ആക്ടിവിറ്റീസ് വിൽ ബി പെർമിറ്റഡ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റികളുണ്ടോ ആ ആക്ടിവിറ്റികൾ മുഴുവൻ പെർമിറ്റഡ് ആക്ടിവിറ്റികളാണ് വിത്ത് എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ അത് പറയുന്നത്. ഈ നിലവിൽ ഓറഞ്ച് സോണിലെയും ഗ്രീൻ സോണിലെയും റെഡ് സോണിലെയും ഇളവുകൾ പറഞ്ഞു, നിയന്ത്രണങ്ങൾ പറഞ്ഞു, രാജ്യത്താകെയുള്ള നിയന്ത്രണങ്ങൾ പറഞ്ഞു. ഇതല്ലാതെ മറ്റൊരു നിയന്ത്രണങ്ങളുമില്ല. ബാക്കി എല്ലാം പെർമിറ്റഡ് ആണ്, ഇതിൽ പറയാത്തതെല്ലാം പെർമിറ്റഡ് ആണ് എന്നുള്ള ഒരു കാര്യം പറയുന്നു. വിത്ത് എ കണ്ടീഷൻ, ഒരു കണ്ടീഷനിൽ. എന്താണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത്? ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്: the states or union territories, based on their assessment of the situation and with the primary objective of keeping the spread of COVID-19 in check, may allow only select activities from out of the permitted activities with such restrictions as felt necessary. സംസ്ഥാനങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇളവ് സംസ്ഥാനങ്ങൾക്ക് അത് അനുകൂലമല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കോവിഡിനെ നിയന്ത്രിക്കാൻ
പ്രതിരോധിക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് സംസ്ഥാന സർക്കാരുകൾക്കോ യൂണിയൻ ടെറിട്ടറീസിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടിൽ അവർ എത്തിക്കഴിഞ്ഞാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്രം അനുഭവിച്ചിട്ടുള്ള ഇളവുകൾ അത് വേണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാം, നിയന്ത്രിക്കാം, അത് നൽകാതിരിക്കാം എന്നുള്ള ഒരു ക്ലോസ് 14ാമത്തെ പ്രൊവിഷനായിട്ട് ഈ ഒരു ഉത്തരവിൽ കേന്ദ്ര സർക്കാർ പറയുന്നു. അതായത് നിലവിൽ 7 പേജുള്ള ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിയന്ത്രണങ്ങളായി ഈ രാജ്യത്തുള്ളത്, ഈ സംസ്ഥാനങ്ങളിലുള്ളത്. എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഇത്തരം ഇളവുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ ഇളവുകൾ ചില പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് പ്രതികൂലമാണെന്ന് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിനോ തോന്നുകയാണെങ്കിൽ അത്തരം ഇളവുകൾ മാറ്റിക്കൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുണ്ട് എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അധികാരം കൂടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയിരിക്കുകയാണ്. അതായത് ഒരു സ്ട്രിക്റ്റ് കംപ്ലയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഇളവുകൾ അല്ലെങ്കിൽ ഈ നിയന്ത്രണങ്ങൾ ഇതെല്ലാ സംസ്ഥാനങ്ങളും നിർബന്ധപൂർവം നടപ്പിലാക്കണം എന്നുള്ള യാതൊരുവിധ നിഷ്കർഷയും കേന്ദ്രം ഈ ഒരു ഉത്തരവിലൂടെ പറഞ്ഞു വയ്ക്കുന്നില്ല. മറിച്ച് വളരെ ലിബറലായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. കേന്ദ്രം പറയുന്നത് ഇതൊക്കെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇളവുകൾ, ഇതിനപ്പുറത്തേക്ക് ഒരു നിയന്ത്രണങ്ങളും ഇല്ല എന്ന് കേന്ദ്രം പറയുന്നു. തുടർന്ന് പറയുകയാണ്, സംസ്ഥാന സർക്കാരുകൾക്ക് COVID-19 നിയന്ത്രിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇളവുകൾ അത് നിയന്ത്രണങ്ങളാക്കി മാറ്റണമെങ്കിൽ അത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഈ ഒരു ഉത്തരവിൽ തന്നെ എടുത്തു പറയുന്നത് ഈ ഉത്തരവിൻ്റെ വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു നിലപാടായി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടായി കൂടി ഇതിനെ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രത്യേക no separate or fresh permission will be required from the authorities for activities already permitted to operate under the guidelines lockdown measures up to May 3rd and 2020. The standard operating protocols issued by MHA will continue to operate, such as transit arrangement of foreign nationals in India. അതായത് ഫോറിൻ നാഷണൽസിനെ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള പ്രോട്ടോകോൾ നേരത്തെ കേന്ദ്ര സർക്കാർ ഇറക്കിയ പ്രോട്ടോകോൾ അതുപോലെ തുടരും. അതുപോലെ തന്നെ May 3 വരെ ഏതൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണോ കേന്ദ്ര സർക്കാർ നേരത്തെ അനുവദിച്ചിരിക്കുന്നത് ആ അനുവദിച്ചിരിക്കുന്ന ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ പ്രവൃത്തികൾക്ക് എന്തൊക്കെ അനുമതികളാണോ വേണ്ടിയിരുന്നത് അത് മാത്രം ഇപ്പോഴും മതി. മറ്റൊരു പുതിയ അനുമതിയോ അല്ലെങ്കിൽ പുതിയ പെർമിഷനോ ഏതെങ്കിലും അതോറിറ്റിയുടെ നിന്ന് എടുക്കേണ്ടതായിട്ടില്ല. ഫോറിൻ നാഷണൽസ് വിദേശത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെയുള്ള വിദേശികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ നേരത്തെ ഇറക്കിയിട്ടുള്ള SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾസ് തന്നെയായിരിക്കും ഇനിയും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ടിട്ട് അത് വിദേശത്ത് വരുന്ന ആളുകൾ സ്വീകരിക്കേണ്ട ക്വാറന്റൈൻ സമയവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഇറക്കിയ ഉത്തരവിന് അനുസരിച്ച് തന്നെ ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നു. ഇതാണ് 7 പേജുള്ള ഈ ഒരു ഉത്തരവിൽ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഇന്ന് 3ാം ഘട്ട ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു പ്രിസൈസ്ഡ് വേർഷനിലേക്ക് ഞാൻ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 സോണുകളായിട്ടാണ് നമ്മൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളും പ്രദേശങ്ങളും തിരിച്ചിട്ടുള്ളത്. റെഡ് സോൺ, ഓറഞ്ച് സോൺ, ഗ്രീൻ സോൺ എന്നുള്ളതാണത്. ഈ റെഡ് സോണിനും ഓറഞ്ച് സോണിനും ഗ്രീൻ സോണിനും പുറമെ കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്ന് പറഞ്ഞുകൊണ്ട് അതീവ സെൻസിറ്റീവായിട്ടുള്ള ചില മേഖലകൾ ജില്ലയ്ക്കുള്ളിൽ അത് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ കണ്ടെത്തുകയും അതിനെ ഐസൊലേറ്റ് ചെയ്യുകയും അവിടെ വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോണിനെ കൂടെ അത്തരത്തിൽ 4 സോണുകളായിട്ടാണ് കേന്ദ്രം ഈ ഒരു സ്ഥലങ്ങളെ പ്രാദേശികമായി വേർതിരിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എല്ലാ ഭാഗങ്ങൾക്കും രാജ്യം മുഴുവനുള്ള 130 കോടി ജനങ്ങൾക്കും ബാധകമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു. അതായത് നേരത്തെയുള്ള വ്യോമഗതാഗതം, റെയിൽ ഗതാഗതം, മെട്രോ റെയിൽ ഗതാഗതം, ഇൻ്റർസ്റ്റേറ്റ് റോഡ് ഗതാഗതം, അന്തർ സംസ്ഥാന റോഡ് ഗതാഗതം എന്നിവ May 17 വരെ നിരോധിച്ചതായി കേന്ദ്ര സർക്കാർ പറയുന്നു. അപ്പോഴും ഈ ഉത്തരവിലുള്ള വലിയൊരു അവ്യക്തത എന്ന് പറയുന്നത് സീ പോർട്ട്, അതായത്
കടൽ ഗതാഗതം ഇതിൽ എടുത്തു പറയുകയോ അവിടെ നിരോധനമുണ്ട് എന്ന് പറയുകയോ ചെയ്യാത്തത് ഒന്നുകിൽ അതൊരു പിഴവ് ആവുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്കൂളുകൾ, കോളേജുകൾ, ട്രെയിനിങ് സെൻറ്ററുകൾ, കോച്ചിങ് സെൻറ്ററുകൾ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇവയൊന്നും തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ല. ഇവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാളുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, സിനിമ ഹാളുകൾ, മൾട്ടിപ്ലക്സുകൾ, പാർക്കുകൾ എന്നിവയ്ക്ക് പൂർണ്ണമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സമ്മേളനങ്ങൾ ഇവയ്ക്ക് പൂർണ്ണമായിട്ടും രാജ്യം മുഴുവൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മതസ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മത ആരാധനാ കേന്ദ്രങ്ങൾ, ദേവാലയങ്ങൾ, അമ്പലങ്ങൾ, പള്ളികൾ ഇവ മെയ് 17 വരെ പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കണമെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഇതാണ് രാജ്യത്ത് പൊതുവായി എല്ലാ സോണുകളെയും, കണ്ടെയ്ൻമെൻറ്റ് സോണുകളെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള നിരോധനങ്ങൾ. ഇനി റെഡ് സോണുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഡ് സോണിൽ ഒരു പ്രത്യേക നിയന്ത്രണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പൊതു നിയന്ത്രണത്തിനപ്പുറം റെഡ് സോണുകളിലുള്ള നിയന്ത്രണങ്ങൾ ഇതാണ്. ഓട്ടോ ടാക്സികൾ, അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷകൾ, ഓട്ടോറിക്ഷകൾ അല്ലെങ്കിൽ ടാക്സികൾ, ക്യാബുകൾ ഇവയ്ക്ക് ഓടാനുള്ള അനുമതി ഇല്ല. അതുപോലെ തന്നെ ബസ്സുകൾ, അത് ഇൻട്രാ സ്റ്റേറ്റ് ബസ് സർവീസ് ആണെങ്കിലും ഇൻ്റർ സ്റ്റേറ്റ് ബസ് സർവീസ് ആണെങ്കിലും, അതായത് അന്തർ ജില്ലാ ബസ് സർവീസുകളാണെങ്കിലും ജില്ലയ്ക്കകത്തുള്ള ബസ് സർവീസുകളാണെങ്കിലും അത് റെഡ് സോണിൽ അനുവദനീയമല്ല. അതുപോലെ തന്നെയാണ് ബാർബർ ഷോപ്പുകൾ, സലൂണുകൾ, ബ്യൂട്ടി പാർലറുകൾ, സ്പാ കേന്ദ്രങ്ങൾ എന്നിവ റെഡ് സോണുകളിൽ അനുവദനീയമല്ല. റെഡ് സോണുകളിൽ അനുവദനീയമല്ലാത്ത ഈ കാര്യങ്ങളും പൊതുവായി അനുവദനീയമല്ലാത്ത മറ്റു കാര്യങ്ങളും മാത്രമാണ് രാജ്യത്ത് നിലവിൽ നിയന്ത്രണങ്ങളായിട്ട് ഉള്ളത്. മറ്റ് ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഓറഞ്ച് സോണിലേക്കാണ്. ഓറഞ്ച് സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഡ് സോണിലുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും, റെഡ് സോണിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുഴുവൻ കൊമേഴ്ഷ്യൽ, പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്ക് വർക്ക് ചെയ്യാമെന്നുള്ളതാണ്. IT സെക്ടറുകൾക്ക് വർക്ക് ചെയ്യാം. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ഗുഡ്സുകൾ വിൽക്കാം. അത് ഗ്രാമപ്രദേശങ്ങളിൽ വിൽക്കാം. അതായത് സ്റ്റാൻഡ് അലോൺ ഷോപ്പുകൾ, ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന പലചരക്ക് കടകൾ, മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് കടകൾ അവർക്ക് പ്രവർത്തിക്കാം. അത് ഷോപ്പിംഗ് കോംപ്ലക്സുകളും മൾട്ടിപ്ലക്സുകളും ഒഴികെയുള്ള ചെറുകിട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാം, ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കാം. അതുപോലെ തന്നെ അംഗൻവാടികൾ, ഓൾഡ് ഏജ് ഹോമുകൾ, കുട്ടികളെയും പ്രായമായവരെയും അഗതികളെയും ഒക്കെ പാർപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഇവയ്ക്ക് റെഡ് സോണിൽ നിയന്ത്രണമില്ലാതെ വർക്ക് ചെയ്യാം. അത്തരത്തിൽ സ്വകാര്യ ഓഫീസുകൾ തുടങ്ങാം. 33% സ്ട്രെങ്ത്തിൽ സ്വകാര്യ ഓഫീസുകൾ തുടങ്ങാം. എല്ലാ സർക്കാർ ഓഫീസുകളും ഡെപ്യൂട്ടി ഡയറക്ടറുടെ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെയും 33% അറ്റൻഡൻസിൻ്റെയും അടിസ്ഥാനത്തിൽ തുടങ്ങാം എന്ന് തുടങ്ങിയുള്ള മുഴുവൻ റെഡ് സോണിലെ ആനുകൂല്യങ്ങളും ഓറഞ്ച് സോണിൽ കിട്ടും. ഓറഞ്ച് സോണിൽ റെഡ് സോണിന് പുറമേയുള്ള ആനുകൂല്യങ്ങൾ ഇവയാണ്. ടാക്സികളും ക്യാബുകളും ഓറഞ്ച് സോണിൽ അനുവദനീയമാണ്. അതിൽ ടാക്സികളിൽ ഒരു പാസഞ്ചറും ഒരു ഡ്രൈവറും ഉൾപ്പെടെ 2 ആളുകളാണ് ഏത് ടാക്സിയാണെങ്കിലും അനുവദനീയമായിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകാനുള്ള സൗകര്യം ഓറഞ്ച് സോണുകളിൽ അനുവദനീയമാണ്. പക്ഷേ അങ്ങനെ ആളുകൾ പോകുമ്പോഴും വാഹനത്തിൽ പോകുമ്പോഴും അത് കൃത്യമായ ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം പോവേണ്ടത്. പെർമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. പെർമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ മരണം, അതുപോലെ തന്നെ ചികിത്സ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകൾ, ഒറ്റപ്പെട്ടു പോയി അകപ്പെട്ടിരിക്കുന്ന ആളുകൾ അവരുടെ വീടുകളിലേക്ക് പോകാനുള്ള സാഹചര്യം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ ഉള്ളത്. കൂടാതെ സ്വകാര്യ വാഹനങ്ങളിലാകുമ്പോൾ 2 യാത്രക്കാരെയും ഒരു ഡ്രൈവറെയുമാണ് 4 ചക്ര വാഹനങ്ങളിൽ അനുവദിക്കുന്നത്. എന്നാൽ ഇരുചക്ര വാഹനങ്ങളിൽ 2 യാത്രക്കാരെ പെർമിറ്റ് പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം അനുവദനീയമായിട്ടുള്ള 2 യാത്രക്കാരെ പൂർണ്ണമായിട്ടും, അതായത് പില്ലൻ റൈഡറെ ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ടാണ് ഓറഞ്ച് സോണിൽ ഉത്തരവിറങ്ങിയിട്ടുള്ളത്. ഗ്രീൻ സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓറഞ്ച് സോണിലെയും അതുപോലെ തന്നെ റെഡ് സോണിലെയും എല്ലാ ഇളവുകളും ഗ്രീൻ സോണിലും അനുവദനീയമാണ്. അതിനു പുറമെ ഗ്രീൻ സോണിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുഗതാഗതം, ബസ് സർവീസുകൾ നടത്താമെന്നുള്ളതാണ്. 50% സീറ്റിംഗ് കപ്പാസിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 50% ഡിപ്പോകളിലെ 50% ബസ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജില്ലകൾക്കുള്ളിൽ ബസ് സർവീസുകൾ നടത്താമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ വെക്കുന്നു. ഇതാണ് പൊതുവിൽ ഈ 3 സോണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, ചരക്ക് വാഹനങ്ങളിൽ പാസുകളില്ലാതെ തന്നെ അന്തർ സംസ്ഥാന യാത്രകൾ നടത്താം. അതുപോലെ തന്നെ MT ചരക്കുകളില്ലാതെ പോകുന്ന, കാലിയായി പോകുന്ന ചരക്ക് വാഹനങ്ങൾക്കും പാസുകൾ വേണ്ട. അത് കൃത്യമായിട്ട് ചരക്ക് ഗതാഗതം ഫ്രീ ആയി നടപ്പിലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇതിലേതെങ്കിലും നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ, ഇളവുകൾ അത് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിക്കൊണ്ടുള്ള ഒരു ക്ലോസ് കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്നിറങ്ങിയ ലോക്ക്ഡൗണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ
നിങ്ങളോട് ചില സംശയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പോസ്റ്റ് നേരത്തെ ചെയ്തിരുന്നു. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യ ചോദ്യം, ഏബിൾ കയാല 30% സർവീസ് വിമാന സർവീസ് ആരംഭിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു രാവിലെ ന്യൂസിൽ. അതെങ്ങനെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? അതായത് 30% വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നുള്ളത് ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ നിർദ്ദേശമോ ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു വാർത്ത പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, എയർ ഇന്ത്യ, ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യ അവരുടെ ക്രൂ, അവരുടെ സ്റ്റാഫുകൾക്ക് ഒരു ഇൻറ്റേർണൽ മെയിൽ, ഒരു ഇമെയിൽ ഇൻറ്റേർണലി അവരുടെ ജോലിക്കാർക്ക് അയക്കുന്നു. അതിൽ മെയ് പകുതിയോടുകൂടെ എല്ലാവരും തയ്യാറായിരിക്കണം. മെയ് പകുതിയോടുകൂടെ നമ്മൾ സർവീസുകൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മെഡിക്കലി ഫിറ്റായിരിക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നുള്ള ഒരു ഇൻറ്റേർണൽ ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുള്ള വാർത്തകളാണ് ഈ വിമാന സർവീസുമായി ബന്ധപ്പെട്ടിട്ട്. സിവിൽ ഏവിയേഷൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഇറങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നു, ഇറസ്പെക്റ്റീവ് ഓഫ് സോണുകൾ, എല്ലാ സോണുകളിലും വ്യോമഗതാഗതം മെയ് 17 വരെ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് ഇന്ന് വ്യക്തവും കൃത്യവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വ്യോമഗതാഗതം ഇതിനിടയിൽ ഉണ്ടാവില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഇന്നത്തെ ഉത്തരവോടുകൂടെ വന്നിട്ടുണ്ട്. ഹിമ ഗോമതി, മോൻ മുംബൈയിലാണുള്ളത്, കാറിൽ പോയി തിരികെ കൊണ്ടുവരാൻ എന്തു ചെയ്യണം? റൂം ഒഴിഞ്ഞു വരുന്നത് കൊണ്ട് കുറച്ചധികം ലഗേജ് ഉണ്ട്, ആരെങ്കിലും സമീപിച്ചാൽ അനുവാദം കിട്ടുമോ? നിലവിൽ അത്തരത്തിലുള്ള ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഒരു കാറിൽ യാത്ര ചെയ്യാനുള്ള ഒരു അനുവാദം തീർച്ചയായിട്ടും ലഭിക്കില്ല. വളരെ എക്സെപ്ഷണൽ കേസുകളിൽ രോഗികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടിയന്തര ഘട്ടത്തിലല്ലാതെ ഇത്തരത്തിലൊരു അവസരം കിട്ടില്ല. മെയ് 17 വരെ എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഇവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു ഉത്തരവാണ്. ആ ഉത്തരവിൽ സംസ്ഥാനത്ത്, അതായത് മഹാരാഷ്ട്രയിലാണെങ്കിൽ മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഹിമയുടെ മകന് വരാൻ വേണ്ടി സാധിക്കും. അത് മഹാരാഷ്ട്ര സർക്കാരും കേരള സർക്കാരും ചേർന്നുകൊണ്ടാണ് അത്തരത്തിലൊരു അവരുടെ നോഡൽ ഓഫീസർമാരും ചേർന്നുകൊണ്ടാണ് ഇതിൽ രജിസ്ട്രേഷനും മറ്റ് നടപടികളും പൂർത്തിയാക്കുന്ന പക്ഷം ഇപ്പോൾ ട്രെയിൻ ഗതാഗതം ഇതിനു വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളൊരു ഉത്തരവ് ഇന്ന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലഗേജുകളുമായി തന്നെ കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. നിങ്ങൾ സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ട്രെയിനിൽ, ബോംബെയിൽ കുടുങ്ങിയ ആൾക്ക് ട്രെയിനിൽ കേരളത്തിലേക്ക് എത്താൻ പറ്റും. ഒരു കാരണവശാലും മെയ് 17 വരെ സ്വകാര്യ വാഹനങ്ങളിൽ, കാറിൽ മഹാരാഷ്ട്രയിൽ പോയി മകനെ കൂട്ടാൻ വേണ്ടി സാധിക്കില്ല. മനീഷ് വി പി, വെൻ ദി ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വിൽ സ്റ്റാർട്ട്? തീർച്ചയായിട്ടും മെയ് 17 വരെ ഇൻ്റർസ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് ഹാസ് ബീൻ ബാൻഡ് എന്ന് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ഉത്തരവിൻ്റെ എനിക്ക് തോന്നുന്നു 3ാമത്തെ ക്ലോസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പൊതു നിരോധനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മെയ് 17 മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉത്തരവ് വന്നാൽ മാത്രമേ എന്നാണ് ഇത് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് അറിയുള്ളൂ. മെയ് 17 വരെ യാതൊരു കാരണവശാലും ഇൻ്റർസ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് ആരംഭിക്കില്ല. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വ്യാജ വാർത്തകളിൽ വീഴുകയോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ജേർണി പ്രൊസീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വരാനുള്ള ഒരു ശ്രമം നടത്തുകയോ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ. ഇൻ്റർനാഷണൽ വിമാന സർവീസുകൾ എന്നത്തേക്ക് പുനരാരംഭിക്കും? നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ all international flights, including international flights and domestic flights, has been prohibited till May 17th. മെയ് 17 വരെ എല്ലാ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളും നിരോധിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് ഇന്നത്തെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഉത്തരവിൽ, ആ ക്ലോസിലെ ആ ഭാഗം എടുത്താൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. ഇന്നത്തെ ആ ഉത്തരവിലെ ക്ലോസ് 5, 5ാമത്തെ ക്ലോസിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇൻ്റർനാഷണൽ വിമാന ഗതാഗതം മെയ് 17 വരെ നിരോധിച്ചിരിക്കുന്നു. ചോദ്യം ചോദിച്ചത് ഫൈസൽ KM ആണ്. അമർദീപ് പ്രദീപ്, അയൽ ജില്ലകളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? ട്രിവാൻഡ്രം ടു കൊല്ലം? തീർച്ചയായിട്ടും. ട്രിവാൻഡ്രം, അതിൽ ഏതെങ്കിലും റെഡ് സോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെഡ് സോൺ
ഈ റെഡ് സോണും ഓറഞ്ച് സോണും അങ്ങനെ രണ്ട് വ്യത്യസ്ത സോണുകളിലുള്ള ജില്ലയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻ്റർസ്റ്റേറ്റ് പാസ്, പോലീസിൻ്റെ പാസ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഈ പാസ് എടുക്കുമ്പോൾ തന്നെ കൃത്യമായി എന്ത് ആവശ്യത്തിനാണ്, അതൊരു പെർമിറ്റഡ് ആവശ്യത്തിനാണോ എന്നുള്ള കാര്യം കൂടെ പരിശോധിച്ച ശേഷമേ പാസ് അനുവദിക്കുകയുള്ളൂ. രണ്ട് ഓറഞ്ച് സോണോ അല്ലെങ്കിൽ ഓറഞ്ച് ഗ്രീൻ സോണുകളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ റിലാക്സേഷൻ, പാസ് ഇല്ലാതെ തന്നെ ഒരു സത്യവാങ്മൂലത്തിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. തിരുവനന്തപുരമോ കൊല്ലമോ റെഡ് സോണിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ട് റെഡ് സോണുകളിലേക്കാണ് യാത്രയെങ്കിൽ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പോലീസ് പാസോ കൺസേൺ അതോറിറ്റിയുടെ പാസോ ഈ ഒരു ഇതിൽ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യവാങ്മൂലമോ പെർമിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാ കളക്ടറുടെയോ ജില്ലാ കൺട്രോൾ റൂമിൻ്റെയോ അനുമതിയോ അതാത് സമയത്തുള്ള നിർദ്ദേശപ്രകാരമോ നിങ്ങൾക്ക് യാത്ര ചെയ്യാനാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഇളവ് ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും ഇന്ന് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. യെല്ലോ സോൺ എന്നൊന്നുണ്ടോ? യെല്ലോ സോണുണ്ട്. യെല്ലോ സോണിൽ ഇളവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യെല്ലോ സോണിൽ അനുവദനീയമായിട്ടുള്ളത് ടാക്സിയിൽ ഒരു ഡ്രൈവർ, ഒരു യാത്രക്കാരൻ, 4 വീലറിൽ 2 യാത്രക്കാർ, ഒരു ഡ്രൈവർ, 2 വീലറിൽ 2 ആളുകൾക്ക് യാത്ര ചെയ്യാം. പക്ഷേ ഇതൊക്കെ പെർമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ അന്തർ ജില്ലകളിലേക്ക് പോകാൻ പാടുള്ളൂ. ജില്ലയ്ക്കുള്ളിൽ ഈ രീതിയിൽ യാത്ര ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി സംസ്ഥാന സർക്കാർ ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ ഒരു തീരുമാനമെടുത്തിറക്കുന്ന ഉത്തരവ് പ്രകാരമായിരിക്കും. ഇതിൽ എന്തൊക്കെ കൂടുതലുണ്ട് കാത്തിരിക്കേണ്ടി വരും. അബ്ദുൾ സലാമിൻ്റെ ഒരു ചോദ്യം, 17th ശേഷമേ പ്രവാസികളെ കൊണ്ടുവരികയുള്ളൂ. പ്രവാസികളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഒരു അതോറിറ്റി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇറ്റ് ഹാസ് നത്തിങ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് യാതൊന്നും ഈ വിഷയത്തിൽ ചെയ്യാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് മെയ് 17 മുൻപ് വേണമെങ്കിൽ തന്നെ ഈ കാര്യത്തിൽ പ്രവാസികളെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമെടുക്കാം, അല്ലെങ്കിൽ 17 ശേഷം കൊണ്ടുവരാമെന്നുള്ള തീരുമാനമെടുക്കാം. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ് ടു ദ സെൻട്രൽ ഗവൺമെൻറ് ടു ഡിസൈഡ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ യഥാസമയത്തുള്ള ഉത്തരവുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സജീർ, ഡൊമസ്റ്റിക് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യുമോ? ചെയ്യില്ല, 17 വരെ നിരോധനമാണ്. സാലു, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഉദാഹരണം വീട് വാർപ്പ്, അപ്പോൾ എത്ര പേർ പറ്റും? ഒരു ക്ലാരിറ്റി ഇല്ല. പെർമിഷൻ എടുക്കേണ്ടതുണ്ടോ? വീട് പണി, അതായത് ഓൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, എല്ലാ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും റെഡ് സോണിൽ പെർമിറ്റഡ് ആണ്. ഗ്രാമങ്ങളിലും ബോത്ത് അർബൻ ഏരിയകളിലും പെർമിറ്റഡ് ആണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും നിങ്ങൾ ഉപയോഗിക്കണം. ഒരു വലിയ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രി ഒന്നുമല്ല, വീട്ടിലെ വീട് പണിയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ വീട് പണിയെടുക്കുന്ന ഒരാളുകളുമായി ബന്ധപ്പെട്ടിട്ട് അത് എടുക്കാം. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടാകണം, മാസ്ക് ഉണ്ടാകണം, യാതൊരു നിയന്ത്രണവും അതുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രീൻ, ഓറഞ്ച്, റെഡ് സോണുകളിൽ ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ അത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ ഒരു പുതിയ ഉത്തരവിന് അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനത്തിന് കൂടെ വിധേയമാണ് എന്നുകൂടെ ഞാനിതിൽ ഒരു കണ്ടീഷണൽ എന്ന രീതിയിൽ പറയുന്നു. അനൂപ്, മോദിയുടെ ജനപ്രീതി വർദ്ധിച്ചെന്ന് കാണുന്നു, അതിനെതിരെ ഒരു ഹർജി ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. സെബാസ്റ്റ്യൻ, അത് യൂസ്ലെസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഏതൊരു സംഖ്യയുടേതാണ്. മറ്റൊരു ചോദ്യം, സെബാസ്റ്റ്യൻ ജോസഫ്, എൻ്റെ താമസം കാസർഗോഡ് ജില്ലയിൽ, പുഴയ്ക്ക് അക്കരെ കണ്ണൂർ ജില്ലയിലുള്ള കൃഷി സ്ഥലത്ത് പോകാൻ അനുമതി കിട്ടാൻ സാധ്യതയുണ്ടോ? കാസർഗോഡ് ജില്ല എനിക്ക് തോന്നുന്നു റെഡ് സോണിലാണ്. റെഡ് സോണിലുള്ള ജില്ലയിൽ കാർഷിക വൃത്തികൾ അനുവദനീയമാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഉത്തരവിലൂടെ അറിയുന്നത്. എല്ലാതരം കാർഷിക വൃത്തികളും അനുവദനീയമാണ് എന്നുള്ള രീതി. അതുകൊണ്ട് തന്നെ പെർമിഷൻ കിട്ടും. ഈ ഒരു ക്ലോസ് വെച്ചിട്ട് പെർമിഷന് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കാർഷിക വൃത്തിക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം നിങ്ങൾക്ക് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് പുഴയ്ക്കക്കരെ പോകാവുന്നതാണ്. അതൊരു കണ്ടെയ്ൻമെൻറ്റ് സോണല്ല എന്നുകൂടെ ഉറപ്പിക്കണം. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലേക്കുള്ള അനുമതികൾ കാർഷിക വൃത്തിയാണെങ്കിൽ പോലും കൊടുക്കേണ്ട എന്ന് വേണമെങ്കിൽ ജില്ലാ അഡ്മിനിസ്ട്രേഷനോ കൺട്രോൾ റൂമിനോ തീരുമാനിക്കാവുന്നതാണ്. സെബാസ്റ്റ്യൻ ജോസഫാണ് ചോദിച്ചത്. ഗിരീഷ് ശാന്താരാമകൃഷ്ണൻ, പൊതുഗതാഗത സംവിധാനം ഓപ്പൺ ആയോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രീൻ സോണുകളിൽ 50% സീറ്റ് കപ്പാസിറ്റിയോടുകൂടെ 50% ഡിപ്പോകളിലെ 50% വാഹനങ്ങളിൽ സർവീസ് നടത്താം, ജില്ലയ്ക്കുള്ളിൽ സർവീസ് നടത്താം എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. അത് പൊതുഗതാഗതത്തിന് അനുവദിച്ച ഏക ഇളവാണ്. ഗ്രീൻ സോണുകളിൽ മാത്രമാണ് ഈ ഇളവുള്ളത്. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വയനാടും കോട്ടയവുമാണ് ഇത്തരത്തിൽ, എറണാകുളവും വയനാടുമാണ് ഇത്തരത്തിൽ ഗ്രീൻ സോണുകളിലുള്ളതെന്നാണ് അറിയുന്നത്. ഇവിടെ മാത്രമാണ് ഈ ഒരു ആനുകൂല്യം. ഇത് വേണമെന്നോ അല്ലെങ്കിൽ ബസ് സർവീസ് നടത്തണമെന്നോ നടത്തണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ളൊരു അവകാശം കൂടെ സംസ്ഥാന സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത്. സ്കൂളുകളിലെ പരീക്ഷകൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് മാത്രമേ അത്തരത്തിൽ പരീക്ഷ ഉണ്ടാവുള്ളൂ. ആരിഫ് ബിൻ അബ്ദുൽ മജീദ്,
ശങ്കരൻ നമ്പൂതിരി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ക്ഷമത നൽകുന്നതാണ് സിംഗിൾ ബെഞ്ച്. ഇത് തീർച്ചയായിട്ടും അതൊരു പോളിസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അത് ഇൻബോക്സിലോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണലിയോ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഷബ്ന ഗഫൂർ, 50% ആളുകളുമായി സർവീസ് നടത്താൻ പറയുന്നത് പ്രായോഗികമാണ്. തീർച്ചയായിട്ടും ഇതൊരു ഇളവാണ്. ഇതിൽ എത്തരത്തിൽ പ്രാക്ടിക്കലായി പ്രായോഗികമായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ചെയ്യണോ, അനുവദിക്കണോ, ബസ് സർവീസുകൾ വേണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജില്ലാ തലത്തിലുള്ള അഡ്മിനിസ്ട്രേഷനും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടിയാണ്. ഇവരുടെ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് അന്തിമമായിട്ട് ഇത് ആവശ്യമാണോ അല്ലെങ്കിൽ ഈ ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. തീർച്ചയായിട്ടും ബസ് മുതലാളിമാരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ എതിർപ്പുകളുണ്ടാകാം. അതിനൊരു പരിഹാരം, ഏതെങ്കിലും സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നഷ്ടങ്ങൾക്കുള്ളൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള 50% എന്ന സീറ്റിംഗ് കപ്പാസിറ്റിയിൽ പൊതുഗതാഗതം അനുവദനീയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കമ്പൽഷൻ അല്ല. ഗ്രീൻ സോണിൽ 50% കപ്പാസിറ്റിയിൽ ബസ് സർവീസുകൾ അനുവദനീയമാണെന്ന് പറയുമ്പോൾ there is no compulsion to start public transportation with 50% of seating capacity. It is just a suggestion or just an exemption from the lockdown rules. അത് ജസ്റ്റ് തരുന്ന ഒരു ലോക്ക്ഡൗൺ റൂൾ എക്സംഷൻ ആണ്. ഇത് യൂസ് ചെയ്യണോ ഉപയോഗപ്പെടുത്തണോ എന്നുള്ളതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിവേചനവും ജനങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു താല്പര്യവും ഉള്ളത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് പ്രായോഗികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. വിഭി വീടിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുമോ? മലപ്പുറം ടൈം വർക്ക് ഓറഞ്ച് സോണിലാണെന്നുണ്ടെങ്കിലും റെഡ് സോണിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീടിൻ്റെ ടൈൽ വർക്ക് ചെയ്യാം. അത് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെ വിളിക്കുകയാണെങ്കിൽ അതും ചെയ്യാം. എല്ലാം ലീഗലാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഏത് സോണിലാണെങ്കിലും അത് ചെയ്യാം. സാമൂഹിക അകലവും മാസ്കും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നബാൻ ടി പി, റബൽ പാൽ ശേഖരണവും കയറ്റുമതിയും നടക്കുമ്പോൾ തീർച്ചയായിട്ടും നടക്കും. റെഡ് സോണിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്ലാന്റേഷൻ്റെയും ഇത്തരത്തിലുള്ള കാർഷിക വൃത്തിയുടെയും മുഴുവനായിട്ടുള്ള ശേഖരണവും കയറ്റുമതിയും ഒക്കെ അനുവദനീയമായിട്ട് ഇന്നത്തെ ഉത്തരവിൽ പറയുന്നുണ്ട്. ബൈക്കിൽ 2 പേർ സഞ്ചരിക്കാമോ? ഞാൻ മലപ്പുറം തിരൂർ. ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും ബൈക്കിൽ 2 പേർ സഞ്ചരിക്കാമെന്നുള്ള ഉത്തരവാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. സജിത് നാരായണൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാവൽ അലൗഡ് ആണോ ഇഫ് ഇറ്റ് ഈസ് ഫോർ എ ഹോസ്പിറ്റൽ കേസ്? തീർച്ചയായിട്ടും ഏത് സോണിൽപ്പെട്ടതാണെങ്കിലും കണ്ടെയ്ൻമെൻറ്റ് സോണിൽപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർ ഡിസ്ട്രിക്റ്റിലേക്ക് സഞ്ചരിക്കാം എന്നുള്ളതാണ്. അതിന് പ്രത്യേക അനുമതിയൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു ആ ഒരു പോസ്റ്റിൽ വന്നിരിക്കുന്ന മിക്കതിനും ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി ചില ചോദ്യങ്ങൾ ഇതിന് നേരത്തെ ഷിയാസ് ജിൻ വയനാട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സഹോദരൻ എറണാകുളത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അവനെ വയനാട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് അവനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് സാധ്യമല്ല. ഇപ്പോൾ അവിടെ നിന്ന് ഒരു വാഹനം, ഒരു ടാക്സി അല്ലെങ്കിൽ ഒരാൾ വെച്ചൊരു ടാക്സി വരികയാണെങ്കിൽ എറണാകുളം ഗ്രീൻ സോണാണ്. തൊട്ട് നമുക്ക് ട്രാൻസിസ്റ്റായിട്ട് വരേണ്ട ഭാഗങ്ങൾ ഓറഞ്ച് സോണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഇവിടെയാണ് വീട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വകാര്യ വാഹനത്തിൽ വരാം, ടാക്സിയിൽ വരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രായോഗികത ഈ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ജില്ലാ അഡ്മിനിസ്ട്രേഷനും അത് അനുവദിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഏതെങ്കിലും വാഹനത്തിൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് പരിശോധിക്കേണ്ടത്. ഫൈസൽ ചെറൂർ, ഓറഞ്ച് സോണിലുള്ളവർ സത്യവാങ്മൂലം കയ്യിൽ കരുതണോ? ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തണമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതെല്ലാം ഈ സത്യവാങ്മൂല സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് സംസ്ഥാനമാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങൾ പല രീതികളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്തുടരുന്നത്. ഇവിടുത്തെ ഒരു ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസിൻ്റെ ഒരു സാധനമാണ് സത്യവാങ്മൂലം എന്നുള്ളത്. ഈ സത്യവാങ്മൂലം നിങ്ങൾ എപ്പോഴും ലോക്ക്ഡൗൺ കഴിയുന്നത് വരെ ഏത് സോണാണെങ്കിലും കരുതുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. കാരണം നമ്മൾ എത്ര പറഞ്ഞാണ് ഒരാളെ കൺവിൻസ് ചെയ്യിക്കുക, ഒരു ലോ ആൻഡ് ഓർഡർ പരിശോധിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമുക്ക് കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു പരിമിതി ഉണ്ടാകാം. ആശുപത്രി ആവശ്യമാണ്, ഞാൻ ജെന്യൂൻ ആയിട്ടുള്ളൊരു ആവശ്യത്തിനാണ് ഇറങ്ങിയെന്നുള്ളത്. കാരണം അവർ പലതരത്തിലുള്ള ആളുകളെയാണ് കാണുന്നത് ഓരോ ഘട്ടത്തിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യവാങ്മൂലം നിർബന്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ദിവസം പോലീസിൻ്റെ സർക്കുലർ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ ആസ് ഫാർ ആസ് ദ സെൻട്രൽ ഡയറക്ഷൻ ഈസ് കൺസേൺഡ് അവിടെ സത്യവാങ്മൂലമൊന്നും വേണമെന്നുള്ള യാതൊരുവിധ നിബന്ധനയുമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഇളവുകൾ സംസ്ഥാനങ്ങളുടെ കൂടെ അനുമതിയോടുകൂടെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. സത്യവാങ്മൂലം കയ്യിൽ കരുതുന്നതാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് നിങ്ങളോട് മുമ്പിലേക്ക് വെക്കാനുണ്ട്. കാരണം തർക്കം ഒഴിവാക്കാം, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയാം, അതിനൊരു ലീഗൽ ബാക്കിംഗ് കൂടെയുണ്ട്. നിങ്ങളുടെ സത്യവാങ്മൂലമാണ്, നിങ്ങളുടെ സത്യവാങ്മൂലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ട്രൂ
എന്താണ് ഫെയ്ത്ത് അതിലുണ്ട്, അതവർ വിശ്വസിക്കണം എന്നുണ്ട്. അതിന് അവർക്കും വേണമെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കാം. നമുക്ക് അത് കാണിച്ചിട്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവരുടെ മേലും ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഗുണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങളത് ഇത് കഴിയുന്നത് വരെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. രാഷിദ്, റെഡ് സോൺ അല്ലെങ്കിൽ പോവാം, നിലവിൽ റെഡ് സോൺ അല്ല, അനുവദിച്ച കാര്യങ്ങൾക്ക് പോകാം. തീർച്ചയായിട്ടും അതാണ്, റെഡ് സോണിലും പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലും ആവശ്യ കാര്യങ്ങൾക്കൊക്കെ പോകാം. ദാർവേഷ് അൻസ്, ജില്ല വിട്ട് പോകാൻ പറ്റും, എറണാകുളം ടു മലപ്പുറം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോവാം. മലപ്പുറം ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും ഒക്കെ ടാക്സി ഉൾപ്പെടെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ അത് അത്യാവശ്യത്തിനാണെന്നായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറം ജില്ലക്കാരനാണ്, എറണാകുളത്ത് ഒറ്റപ്പെട്ടു പോയി, അതുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്, അത്തരമൊരു സാഹചര്യമായിരിക്കണം. പെർമിറ്റഡ് ആക്ടിവിറ്റീസിനായിരിക്കണം നിങ്ങൾ വരുന്നത്. അനുവദനീയമായിട്ടുള്ള കാര്യമായിരിക്കണം, റീസൺ ആയിരിക്കണം, കാരണമായിരിക്കണം നിങ്ങളുടെ ഈ യാത്രോദ്ദേശ്യം എന്നുള്ളതാണ് ഒരേ ഒരു നിബന്ധന. റബ്ബർ പാൽ സംഭരണവും കയറ്റുമതിയും തീർച്ചയായിട്ടും അനുവദിക്കും, എല്ലാ സോണുകളിലും അനുവദിക്കുന്നതാണ്. കൺസ്ട്രക്ഷൻ ഇങ്ങനെ എന്തെല്ലാം ഇളവുകളുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഇതെല്ലാം റെഡ് സോണിൽ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമായി അവൈലബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇളവുകൾ തന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ബിഗ് കൺസ്ട്രക്ഷൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിയന്ത്രണമുണ്ട്. ഇത്ര നമ്പർ ഓഫ് തൊഴിലാളികളെന്നുണ്ട്, ആളുകളെന്നുണ്ട്, ഒരേ സമയം എന്നുണ്ട്, ഇത്ര വലിയ കൺസ്ട്രക്ഷൻ എന്നുണ്ട്. ഇതിനൊക്കെയുള്ള മാനദണ്ഡങ്ങൾ കേരള സംസ്ഥാനമാണ് ഇനി പുറത്തിറക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരും. നിലവിൽ ഈ കൺസ്ട്രക്ഷൻ വർക്കുകൾ അലൗഡ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം. റാഫി മുഹമ്മദ്, ബൈക്കിൽ 2 പേർക്ക് പോകാം, ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബെവ്കോ, അതായത് ബിവറേജസ് കോർപ്പറേഷൻ്റെ കാര്യം. പല വിധത്തിലുള്ള റൂമേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് വാട്സാപ്പിലൊക്കെ. ബെവ്കോയുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ 2 ലോക്ക്ഡൗൺ സമയത്തും ലിക്വർ സെയിലും അതുപോലെ തന്നെ ലിക്വറിൻ്റെ ഉപയോഗവുമൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ ഗ്രീൻ സോണുകളിൽ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ റീറ്റെയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാമെന്ന് പറയുന്നു. പക്ഷേ അവിടെയും 6 അടി ഡിസ്റ്റൻസിൽ സാമൂഹിക അകലം പാലിക്കണം, ക്യൂ പാലിക്കണം, 6 അടി ദൂരത്തിലായിരിക്കണം ഈ ക്യൂവിൽ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ 5 ആളുകൾ മാത്രമേ ഒരു റീറ്റെയിൽ ഷോപ്പിൽ ഒരേ സമയം അവിടെ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള ഒരു കർശന നിയന്ത്രണത്തോടു കൂടെ പാൻ, ഗുഡ്ക, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്ന കടകൾക്കും നിയന്ത്രണ വിധേയമായിട്ട് അനുമതി നൽകേണ്ടത് ഗ്രീൻ സോണിലാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, നാളെ മുതൽ ബെവറേജസ് തുറക്കും എന്നുള്ളതല്ല അതിനർത്ഥം. ഇതൊരു കേന്ദ്ര ഇളവാണ്. ഇനി സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം ബെവ്കോ തുറക്കണോ എന്നുള്ളത്. കേന്ദ്രം തുറക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധിക്കരിച്ച് തുറക്കാനുള്ള ഒരു അധികാരം സംസ്ഥാനങ്ങൾക്കില്ല. അതൊരു കോൺട്രോവേഴ്ഷ്യൽ വിഷയം കൂടിയാണ്. എനിക്ക് തോന്നുന്നു നിയമപരമായി ഇതിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സ്റ്റേറ്റ് അഫെയർ ആണ്. ബെവ്കോ മദ്യത്തിൻ്റെ നിർമ്മാണവും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും സെയിലും എല്ലാം സോൾ അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അതൊരു സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സാധനമാണ്. കേന്ദ്രത്തിനെതിരെ ഒരു നിരോധനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന് അധികാരമില്ല എന്നുള്ള ഒരു നിയമ ചർച്ചയൊക്കെ അതിലുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. കേന്ദ്രം ലിക്വർ നിരോധിച്ചപ്പോൾ നേരത്തെ ഗുവാഹട്ടിയിലും ആസാമിലൊക്കെ അത് ഈ ലോക്ക്ഡൗണിലും അനുവദിച്ചിരുന്നു. കേന്ദ്രം അത് നിരോധിച്ച് ഉത്തരവിറക്കിയപ്പോഴാണ് അത് വേണ്ട എന്ന് വെച്ചത്. എന്നതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്രം പറഞ്ഞു അതാകാം ഗ്രീൻ സോണിൽ നിന്ന്, പക്ഷേ അതാകണം എന്നുള്ളതല്ല, അതിന് കമ്പൽഷൻ ഇല്ല. വേണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഗ്രീൻ സോണിൽ ഇത് ആരംഭിക്കാം എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും പ്രതിപക്ഷത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു പ്രതിഷേധമുള്ളപ്പോൾ കേരള സർക്കാർ അത്തരത്തിലൊരു വലിയ ഒരു ബോൾ കൂടെ കളത്തിലേക്ക് ഇട്ടുകൊടുക്കില്ല പ്രതിപക്ഷത്തിന് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ സോണിൽ പോലും ബിവറേജസ് ഇത്ര ധൃതിപ്പെട്ട് തുറക്കാനുള്ളൊരു സാധ്യത കേരളത്തിലില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഗ്രീൻ സോണിൽ ബിവറേജസ് തുറക്കാം. രഞ്ജു മോൻ, ഓഫീസ് വർക്കിംഗ് ആകുമോ? ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ്. ഓഫീസ് വർക്കിംഗ് മീൻസ് പ്രൈവറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ 33% പ്രൈവറ്റ് ഓഫീസുകൾ തുറക്കാം. ബാക്കിയുള്ളവർ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഡയറക്ഷൻ. സർക്കാരാണെങ്കിൽ 33%, ഡെപ്യൂട്ടി ഡയറക്ടർ മുകളിലേക്കുള്ള ആളുകൾക്ക് ഫുൾ സ്ട്രെങ്ത്തിൽ വേണമെങ്കിൽ പിന്നെ ഈ റെഡ് സോണിലും ഗ്രീൻ സോണിലും ഓറഞ്ച് സോണിലും വന്നിട്ട് ജോലി ചെയ്യാം.
കൃഷ്ണ കെ റെഡ് സോൺ വർക്ക്ഷോപ്പുകൾ, റെഡ് സോണിൽ വർക്ക്ഷോപ്പുകളുണ്ടോ? വർക്ക്ഷോപ്പുകൾ തുറക്കാം, നിയന്ത്രണ വിധേയമായി വർക്ക്ഷോപ്പുകൾ തുറക്കാം. കൃഷ്ണ കെ വർക്ക്ഷോപ്പുകൾ തുറക്കാം. ഇതൊക്കെയാണ് നിലവിൽ ചോദ്യങ്ങൾ. ഗ്രീൻ സോണിൽ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സത്യവാങ്മൂലം കരുതണോ? ഷിയാസ്ജിൻ, ഗ്രീൻ സോണിലല്ല ഏത് സോണിലാണെങ്കിലും മെയ് 17 വരെ ഒരു സത്യവാങ്മൂലം കൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ ഉപദ്രവമുള്ള കാര്യമൊന്നുമല്ല, വലിയ കനമുള്ള കാര്യമൊന്നുമല്ല. സിമ്പിളായിട്ടൊരു വെള്ള പേപ്പറിൽ എഴുതി കൊണ്ടാവുന്നുള്ളൂ. കൊണ്ടുപോയാൽ തർക്കങ്ങൾ ഒഴിവാക്കാം, പ്രശ്നങ്ങൾ ഒഴിവാക്കാം, ചർച്ച ചെയ്യുന്ന ഒഴിവാക്കാം, നമ്മുടെ സമയം ലാഭിക്കാം. കാണിച്ചു കൊടുത്ത് ഒന്നുകിൽ അവർ കേസെടുത്താൽ അല്ലെങ്കിൽ നമുക്ക് പോകാനുള്ള അനുവാദം തന്നു കഴിഞ്ഞാൽ ഒക്കെ സമയവും എല്ലാം ലാഭിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു സത്യവാങ്മൂലം അത്യാവശ്യത്തിനാണ് ഇറങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു അല്ല എങ്കിൽ പോലും എഴുതി വയ്ക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ് എന്നുള്ള ഒരു ഉപദേശമാണ് തരുന്നത്. എവിടെയും ഇത്തരത്തിലൊരു നിർബന്ധം ഇല്ല സത്യവാങ്മൂലം വേണമെന്ന്. ഈ സത്യവാങ്മൂലം എന്ന് പറയുന്നത് ഒരു നിയമമേ അല്ല, അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസ് മെമ്മോറാണ്ടമാണ് കേരള പോലീസിൻ്റെ. അപ്പോൾ അതിന് അത്രയും വലിയൊരു ലീഗൽ കമ്പൽഷനൊന്നുമില്ല. കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് അതിനുള്ള ഒരു ഗുണം അതിനുണ്ട് എന്നുള്ളത് മാത്രമേ അത് വെച്ച് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരുപാട് സമയമായി. നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട മറ്റൊരു പ്രോട്ടോകോൾ ഇറങ്ങിയിട്ടുള്ളത് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, മാസ്ക് ധരിക്കണം എല്ലാവരും. 8 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എല്ലാവരും പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം. അത് പിഴ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. 2, ഏതൊരു ഓഫീസിലും ഏതൊരു മാനേജറും ഏതൊരു സ്ഥലത്തും സ്ഥാപനത്തിലും 5-ൽ കൂടുതൽ ആളുകൾ അത് ഗ്യാദർ ചെയ്യുന്ന ഒരു സംവിധാനങ്ങളും പാടില്ല. അങ്ങനെ 5-ൽ കൂടുതൽ ആളുകൾ ഒരു സമയത്ത് ഒത്തുചേരാൻ വേണ്ടി പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവാഹ ചടങ്ങുകളിൽ പരമാവധി 50 ആളുകൾക്ക് പങ്കെടുക്കാം. പങ്കെടുക്കുന്ന 50 ആളുകളും സാമൂഹിക അകലവും മാസ്കും ധരിക്കണമെന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുണ്ട്. മറ്റൊരു സാധനം, പാൻ, ഗുഡ്ക, മദ്യം എന്നിവ പൊതുസ്ഥലത്ത് നിന്ന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടില്ല. മറ്റൊരു സാധനം, പൊതുസ്ഥലത്ത് തുപ്പാൻ വേണ്ടിയിട്ടുള്ള, രാജ്യത്തെവിടെയും തുപ്പാൻ വേണ്ടി പാടില്ല. മദ്യശാലകൾ, അതുപോലെ തന്നെ ഈ റീറ്റെയിൽ സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങൾ തുറക്കാമെങ്കിലും അവിടെ സ്ട്രിക്റ്റായി 6 അടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഈ ഉപഭോക്താക്കൾ പാലിക്കണം. 5 ആളുകൾ മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ പെർമിറ്റഡ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ മൃതദേഹം, ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ 20 ആളുകൾക്ക് സ്റ്റേറ്റ് പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുക്കാം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങൾ കൂടെ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പലതിനും പീനൽ പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടത്. കാരണം യു വിൽ ബി ബുക്ക്ഡ്, ക്രിമിനലി ബുക്ക്ഡ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴ ചുമത്താം, നിങ്ങൾക്ക് വേണമെങ്കിൽ തടവ് ശിക്ഷ തരാം, റിപ്പീറ്റഡ് ഒഫൻസ് ആകുമ്പോൾ കൂടുതൽ ശിക്ഷ വരാം. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് നിങ്ങൾക്കുണ്ടാകും ഇത് കഴിഞ്ഞാലും എന്നുള്ളത് കൊണ്ട്, ഒരു ലീഗൽ നൂലാമാലകളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രിക്കോഷൻ, ഈ ഒരു അറിവ് പരമാവധി ഒരു ജെന്യൂനായിട്ട് വരുന്ന ഒരു റിലയബിൾ സോഴ്സിൽ നിന്നുള്ള അറിവ് പരമാവധി ഗ്യാദർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാത് സമയത്ത് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനുണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സിയാദ് അഹമ്മദ്, പോലീസ് പാസ് കിട്ടിയില്ല, പിന്നെ പോലീസ് പാസ് കിട്ടിയാൽ പിന്നെ സാധുല്ലാം വന്നു. എനിക്ക് മനസ്സിലായില്ല, ചോദ്യം മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഓട്ടോ തൊഴിലാളികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡയറക്ഷൻ, മറ്റ് കാര്യങ്ങൾ ഇറക്കേണ്ടത്. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ച് സോണിൽ ടാക്സികൾ അനുവദനീയമാണ്. റെഡ് സോണിൽ ഞാൻ പറഞ്ഞ പോലെ, ഐ റിപ്പീറ്റ്, ഓട്ടോറിക്ഷ, സൈക്കിൾ റിക്ഷ, ഇതെല്ലാം ബാൻഡാണ്. ഓറഞ്ച് സോണിൽ അനുവദനീയമാണ്. ഓട്ടോറിക്ഷയിൽ ഒരു ഡ്രൈവർ, ഒരു യാത്രക്കാരൻ. ഇതാണ് ഓട്ടോറിക്ഷയിൽ ശ്രദ്ധിക്കേണ്ടത്. സാമൂഹ്യ അകലം പാലിക്കുക, മാസ്ക് ഇടുക, ഒരു യാത്രക്കാരൻ, ഇതാണ് ഓറഞ്ച് സോണിലും ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും ഓട്ടോ തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ടത്. ജില്ല വിട്ടുപോയാൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട്, ഈ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ടിട്ട് ആരോഗ്യ വകുപ്പിൻ്റെ കാര്യങ്ങൾ നിലനിൽക്കും എന്നുള്ളതാണ് ഈ ഉത്തരവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ജില്ല വിട്ടു പോയാലും അന്തർ സംസ്ഥാന ആളുകൾ വന്നാലൊക്കെ അവർ നിർബന്ധമായും, വിദേശത്തു നിന്ന് വന്നാലൊക്കെ നിർബന്ധമായും ഈ പറയുന്ന ആരോഗ്യ വകുപ്പിൻ്റെ ഡയറക്ഷൻ പ്രകാരമുള്ള ക്വാറന്റൈൻ, അതിനൊന്നും ഒരു തരത്തിലുള്ള മാറ്റങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വരുത്തിയിട്ടില്ല. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത്. ഈ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്, ഇത് ആഭ്യന്തര മന്ത്രാലയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മാറ്റവുമില്ല. അത് കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ബൈക്കുണ്ട്, കോയമ്പത്തൂർ പോകാൻ എന്തെങ്കിലും ഒരു രക്ഷയുമില്ല. മുനീർ എം കെ, നേരത്തെ പറഞ്ഞ പോലെ റോഡ് ട്രാൻസ്പോർട്ട് 17 വരെ,
ബാൻഡാണ്. യൂസ് ഓഫ് ബാർബർ ഷോപ്പ് തുറക്കാൻ പറ്റും, ബാർബർ ഷോപ്പ് ബാൻഡാണ്. റെഡ് സോണിൽ ബാർബർ ഷോപ്പ് എക്സ്പ്രസ്ലി ബാൻഡാണ്. ഓറഞ്ച് സോണിലും ഗ്രീൻ സോണിലും വേണമെങ്കിൽ തുറക്കാം, പക്ഷേ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശത്തിനും ഉത്തരവിനും വിധേയമായിട്ട് ആയിരിക്കും. ഇത്രയുമാണ് കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനിയുള്ള സംശയങ്ങൾ വരും, നമുക്ക് ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് കൂടെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം മുഴുവനുള്ള നിരോധനമാണ്. രാജ്യം മുഴുവൻ വൈകിട്ട് 7 മണി മുതൽ രാവിലെ 7 മണി വരെ ഒരാളും പുറത്തിറങ്ങരുത്, അത്യാവശ്യ കാര്യത്തിന് അല്ലാതെ. അങ്ങനെ ഇറങ്ങിയാൽ CRPC 144 ലംഘനമാവുകയും നിരോധനാജ്ഞയുടെ ലംഘനമാവുകയും നിങ്ങൾക്ക് കനത്ത ശിക്ഷയും ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസും ഉണ്ടാകുകയും ചെയ്യും. 65 വയസ്സിന് മുകളിലുള്ള ആളുകളും 10 വയസ്സിന് താഴെയുള്ള ആളുകളും അത്യാവശ്യ കാര്യങ്ങൾക്കും ആശുപത്രി കാര്യങ്ങൾക്കും അല്ലാതെ പുറത്തിറങ്ങരുത്. ഏത് സോണിലായാലും ഈ 2 നിബന്ധനകളും നിർബന്ധമായിട്ട് നിങ്ങൾ പാലിക്കണം. ഏത് സോണിലായാലും റെയിൽ ഗതാഗതവും വ്യോമഗതാഗതവും മെട്രോ ഗതാഗതവും അന്തർ സംസ്ഥാന റോഡ് ഗതാഗതവും ഉണ്ടാകില്ല, അത് നിരോധിച്ചിട്ടുണ്ട്. ഏത് സോണിലായാലും സ്കൂളുകളോ കോളേജുകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ട്രെയിനിങ് സെൻറ്ററുകളോ കോച്ചിങ് സെൻറ്ററുകളോ ഇല്ല, അത് നിരോധിച്ചിട്ടുണ്ട്. ഏത് സോണിലായാലും മാളുകളോ മൾട്ടിപ്ലക്സുകളോ പാർക്കുകളോ പബ്ലിക് ഗ്യാതറിങ്ങിൻ്റെ സ്ഥലങ്ങളോ എല്ലാം നിരോധിച്ചിട്ടുണ്ട്. ഏത് സോണിലായാലും സാംസ്കാരിക രാഷ്ട്രീയ റിലീജിയസ് മതപരമായിട്ടുള്ള അസംബ്ലികളും സമ്മേളനങ്ങളും മറ്റെല്ലാം നിരോധിച്ചിട്ടുണ്ട്. മത ആരാധനകളും ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളിലും മെയ് 17 വരെ നിരോധനമുണ്ട്. ഇതാണ് പൊതുവിൽ രാജ്യത്ത് മുഴുവനുള്ള നിരോധനം. ഇതിൽ ഏറ്റവും പ്രധാനം 7 PM to 7 AM നിരോധനമാണ്. സ്ട്രിക്റ്റായിട്ട് കംപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 144 ലംഘനമാവരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റെഡ് സോണിൽ ഓട്ടോറിക്ഷ, സൈക്കിൾ റിക്ഷ, ബസ്സുകൾ, ഇൻ്റർസ്റ്റേറ്റ്, ഇൻ്റർ ഡിസ്ട്രിക്ട്, ഇൻട്രാ ഡിസ്ട്രിക്ട് ബസ്സുകൾ, ടാക്സികൾ ഒന്നും ക്യാബുകൾ ഒന്നും അനുവദനീയമല്ല. ബ്യൂട്ടി പാർലറുകൾ, സലൂണുകൾ, ബാർബർ ഷോപ്പുകൾ അനുവദനീയമല്ല. എന്നാൽ അവിടെ ഇൻഡസ്ട്രിയൽ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾ, അംഗൻവാടികൾ, ഓൾഡ് ഏജ് ഹോമുകൾ, എക്സ്പോർട്ട് അതായത് കയറ്റുമതികൾ, എല്ലാ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും എല്ലാ തോട്ടം മേഖല ആക്ടിവിറ്റീസും എല്ലാം അനുവദനീയമാണ്. ഈ എല്ലാ ആനുകൂല്യങ്ങളും ഓറഞ്ച് സോണിലുമുണ്ട്. പക്ഷെ അതിനെല്ലാം പുറമെ ഓറഞ്ച് സോണിൽ ടാക്സികൾ അനുവദനീയമാണ്. ഒരു ഡ്രൈവർ, ഒരു യാത്രക്കാരൻ. ബൈക്കുകളിൽ 2 പേർക്ക്, റൈഡറും തൊട്ടു ബാക്കിലുള്ള ആളുകൾക്കും യാത്ര ചെയ്യാം. ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്യാം, പക്ഷേ അത് അത്യാവശ്യ പെർമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം. ഇനി ഗ്രീൻ സോണിലേക്ക് വരികയാണെങ്കിൽ ഓറഞ്ചിൻ്റെയും റെഡിൻ്റെയും എല്ലാ ഇളവുകളും ഗ്രീൻ സോണിൽ ലഭിക്കും. അവിടെ ബീവറേജസുകൾ തുറക്കാനുള്ള അനുമതിയുണ്ട്. 6 അടി വെച്ചുകൊണ്ട് 6 അടി ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് മാസ്കുകൾ വെച്ചുകൊണ്ട് തുറക്കാനുള്ള അനുമതിയുണ്ട്. അവിടെ ബസ്സുകൾ 50% സീറ്റിംഗ് കപ്പാസിറ്റിയിൽ പൊതുഗതാഗതം ജില്ലയ്ക്കുള്ളിൽ ആരംഭിക്കാമെന്നുള്ള ഒരു ക്ലോസ് കൂടെയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം. ധനേഷ് നാരായണൻ ഇപ്പോൾ വീഡിയോ കണ്ടു, ഭുവനേശ്വറിലേക്ക് ട്രെയിൻ വിടുന്ന വീഡിയോ. അതുപോലെ കേരളത്തിലേക്ക് ഇനി എപ്പോഴാണ് ഓപ്പൺ ആവുക? തീർച്ചയായിട്ടും തിരിച്ച് കേരളത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അതുമായിട്ടുള്ള നോഡൽ ഓഫീസേഴ്സ് ഈ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണ്. കേന്ദ്രം ട്രെയിൻ അനുവദിക്കുന്ന പക്ഷം കൃത്യമായിട്ട് തിരിച്ചും മലയാളികളെയും കൊണ്ടുള്ള ട്രെയിനുകൾ കേരളത്തിലേക്ക് എത്തും. സർ, ഒരു വീട് പാലുകാച്ചൽ ചടങ്ങുണ്ട്, എത്ര ആളുകൾക്ക് പങ്കെടുക്കാം? സത്യത്തിൽ അത്തരത്തിലൊരു ചടങ്ങ് അനുവദനീയമായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ക്ലോസിലും വരാത്തതാണ്. പരമാവധി ആളുകൾ കുറച്ച് 5-ൽ കൂടുതൽ ആളുകളാവാതെ തന്നെ ആ ഒരു ചടങ്ങ് നടത്താൻ ശ്രദ്ധിക്കുക. വേണമെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ ഇതാരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഈ പറഞ്ഞിരിക്കുന്ന ലോക്ക്ഡൗൺ ലംഘനമാവുകയും 144 ലംഘനമാവുകയും ചെയ്യും. നിങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് അക്കാര്യം ചെയ്യുക. മുനീർ MK, നോർക്കയിൽ രജിസ്റ്റർ ചെയ്തത് എന്താണ് ഗുണം? അതുകൊണ്ട് നോർക്കയിലൂടെയാണ് നോർക്കയിലെ ഡാറ്റകളാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ ഇവാക്യുവേഷന് വേണ്ടിയിട്ട് ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് നോർക്ക സപ്ലൈ ചെയ്യുന്നതായിരിക്കും. നോർക്കയോടായിരിക്കും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ഈ ഇവാക്യുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റകൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർക്ക എന്നുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതിൽ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ദീർഘിപ്പിക്കുന്നതിനെ ഞാൻ നിർത്തുകയാണ്. വിശദമായിട്ട് നാളെ സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ ഉത്തരവ് ഇറങ്ങിയ ശേഷം നമുക്ക് വിശദമായിട്ട് കാണാം. ഒരുപാട് ക്വയറികൾ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ചില സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയവയായിരുന്നു. എൻ്റെ കൈ ഒരു ആക്സിഡൻറ്റിൽ ഒരു മേജർ ഫ്രാക്ചർ വന്നു, സർജറി കഴിഞ്ഞു, ഒരു പോസ്റ്റ് സർജറി സ്റ്റേജിലാണ്.
ബെറ്ററായിട്ട് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് മൂവ്മെൻറ്റിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഹ്യൂമറസ് ഷാഫ്റ്റാണ് ഫ്രാക്ചർ വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ റൈറ്റ് ആമിൻ്റെ ഒരു പ്രോപ്പർ മൂവ്മെൻറ്റിലേക്കൊന്നും വന്നിട്ടില്ല. ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മേജർ സർജറി ആയിരുന്നു. ബട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ നൗ. അതുകൊണ്ട് എല്ലാവർക്കും ഇത്തരം സൗഖ്യങ്ങൾ ചോദിച്ച ആളുകളോടും സുഹൃത്തുക്കളോടൊക്കെ എല്ലാവരോടും ഇനിയൊരു 17-ാം തീയതി വരെ ഒരു 17 ദിവസം സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ഇതല്ലാതെ മറ്റൊരു മാർഗം സംസ്ഥാന കേന്ദ്ര സർക്കാരിന് മുന്നിലില്ല. ഒരു മാജിക്കും ഇതുമായി ബന്ധപ്പെട്ട് ലോകത്ത് എവിടെയുമില്ല. ഇന്നും 2500 മരണങ്ങളാണ് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ ഇരട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ കയറ്റമാണ് ഇതിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ലൈവ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേ പോകും. മുൻകൂട്ടി ലൈവ് അറിയിക്കുന്നത് നന്നായിരുന്നു. ഇൻഫർമേഷൻസ് എല്ലാവർക്കും ബാധകമാകും. ഷാമിർ, താങ്ക് യു വെരി മച്ച്. എന്തായാലും നാളെയും ഉണ്ടാവും. നമുക്ക് നാളെ കാണുന്നതുവരെ നന്ദി. അഡ്വക്കേറ്റ് ശ്രീ. ഗുഡ് നൈറ്റ്.